നമുക്ക് വേറെ ആരെങ്കിലും 27 അല്ല, ആൾക്കാർ 27 പേരുമായിട്ട്. 27 നമ്മളടക്കമായിരിക്കും. അല്ല, നമ്മൾ കൂട്ടാണ്ട് 27. ആണോ? ടോട്ടൽ 29. എന്റെ 25 കാണിക്കും. അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുമായിരിക്കും. ഇപ്പൊ ഇതില് 29 ഉണ്ട്. ആണല്ലോ. അപ്പൊ സാൻഡ്ര തുടങ്ങിക്കോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റവരെ വയ്ക്കാം. അപ്പൊ അതിലേക്ക് വല്ലവരുണ്ടെങ്കിൽ അവരെ കൊണ്ടും പറയിക്കാം വരുവാണെങ്കിൽ. ഓക്കെ സർ. തുടങ്ങട്ടെ. Process aspect definition. Mediation as a process for resolving. Sandra, problem. ഒരു മിനിറ്റ് സർ. Okay, sir. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Mediation functional aspect. Mediation is a structured formal negotiation process following a set of key principles, facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ 12 years ആയിട്ട് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 24 years ആയി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഇൻ മീഡിയേഷൻ എന്ന് പറയുന്നത് LLM സബ്ജക്റ്റിൽ ആർബിട്രേഷൻ മീഡിയേഷൻ ആയിരുന്നു. മീഡിയേഷൻ ട്രെയിനിങ്ങും എടുത്തിട്ടുണ്ട്. നിങ്ങൾ മീഡിയേഷൻ ഏറ്റെടുത്തതിൽ രണ്ട് പാർട്ടിയും പ്രോബ്ലം റിസോൾവ് ചെയ്യാൻ വേണ്ടി മീഡിയേഷൻ എടുത്തതിൽ ഞാൻ വളരെയധികം നന്ദി. മീഡിയേഷന്റെ എൻ്റെ റോള് എന്താണെന്ന് വെച്ചാൽ, മീഡിയേഷൻ പ്രോസസ് വോളണ്ടറി ആയിരിക്കും. നിങ്ങൾ തന്നെയാണ് പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുന്നത്. ഞാൻ റെസൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യില്ല. ഒരു പാർട്ടീനും ഭാഗത്ത് നിന്ന് ഞാൻ സംസാരിക്കില്ല. പിന്നെ അൺപാർലമെന്ററി ആയിട്ടുള്ള വേർഡ്സ് ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു പാർട്ടി സംസാരിക്കുന്ന സമയത്ത് അടുത്ത പാർട്ടി ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മൾക്ക് ഇവിടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോക്കസിൽ പറയാവുന്നതാണ്. അതിനുള്ള ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഒരിക്കലും ഇത് പുറത്ത് പറയില്ല. പിന്നെ എനിക്കുള്ള ഒരു പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രോസസ് ഇവിടെ എന്താണോ ഇവിടെയുള്ള ഒരു കാര്യങ്ങളും കോർട്ടിൽ വന്ന് പറയണം എന്നുള്ള ഒരു എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അതെന്റെ ഒരു പ്രിവിലേജ് ആണ്. പിന്നെ കോക്കസിൽ നിങ്ങൾ പറയുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഒരു പാർട്ടി പറയുന്ന കാര്യങ്ങൾ അടുത്ത പാർട്ടിനോട് പറയണമെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ മാത്രമേ ഞാനിത് അടുത്ത പാർട്ടിനോട് പറയുള്ളൂ. എനിക്ക് ഇതിൽ നിന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. there is no interest in outcome. എനിക്ക് ആരോടും ഒരു പാർട്ടിനോട് ഒരു പർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഞാൻ എൻ്റെ ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യും. ഇനി എൻ്റെ ന്യൂട്രാലിറ്റി എവിടെയെങ്കിലും നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേറൊരു മീഡിയേറ്റർ വെക്കാനുള്ള പ്രയോറിറ്റി നിങ്ങൾക്കുണ്ട്. ഇനി കുറച്ച് ഗ്രൗണ്ട് റൂൾസ് ആണ്. പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്റർഫിയറൻസും, ഒരു പാർട്ടി സംസാരിക്കുന്ന സമയത്ത് ഒരു ഇന്റർഫിയറൻസും ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടി പറയുമ്പോൾ അവരുടെ ഫ്ലോ നഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ മീഡിയേഷൻ നടക്കുന്ന സമയത്ത് ഫ്ലോ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും പാർട്ടിക്ക് ഇന്റർഫിയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് പിന്നെ അത് പറയാവുന്നതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് റെസ്പെക്ട് കീപ്പ് ചെയ്യണം. രണ്ട് പാർട്ടികളും അവരവരുടെ റെസ്പെക്ട് കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്നതായിരിക്കും. 1, 2, 3 എന്ന് പറഞ്ഞ അജണ്ട സെറ്റ് ചെയ്യും. അതേപോലെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ സൊല്യൂഷൻസ് കാണുന്നതായിരിക്കും. അതിനുശേഷം എഗ്രിമെന്റ് എഴുതും. അതും 1, 2, 3 എന്നാണ് എഗ്രിമെന്റ് എഴുതുന്നത്. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്പർ വൈസ് എഗ്രിമെന്റിൽ എഴുതുന്നതായിരിക്കും.
ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മളിവിടെ എഴുതുന്ന എഗ്രിമെന്റിൽ എന്താണ് ലീഗൽ വാലിഡിറ്റി എന്നുള്ളത്. അപ്പോൾ അതിന് ലീഗൽ വാലിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ കൺസിലേറ്ററി ആയിട്ട് നിങ്ങൾക്ക് വെക്കാം. അപ്പൊ ഞാൻ അതൊരു കൺസിലേറ്ററി അവാർഡായിട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അദാലത്തിൽ വെച്ചിട്ട് ഒരു അവാർഡാക്കി അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഏത് പാർട്ടിയാണ് ആദ്യം സംസാരിക്കുന്നത്? കഴിഞ്ഞോ സാൻഡ്ര? സാൻഡ്ര കഴിഞ്ഞാണോ? ആ സർ. സാൻഡ്ര, ഇതിപ്പോ പ്രിലിമിനറി കോഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പറയണം. അതായത് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പറയണം. അപ്പൊ അതിനൊരു ഒറിജിനാലിറ്റി വരും. ഇപ്പൊ സാൻഡ്ര ഒന്നില്ലെങ്കിൽ നോക്കി വായിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ കാണാതെ പറയുന്ന മാതിരിയാണ്. ആ സെൻസ് പിടിയിട്ട് പറയണം. കാരണം അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 1, 2, 3 എഴുതിയെന്ന് പറയേണ്ട, എഗ്രിമെന്റ് 1, 2, 3 പറയേണ്ട. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ലാംഗ്വേജ് ആണത്, കേട്ടോ സാൻഡ്ര? ആ, പിന്നെ നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുന്ന അവരോട് പറയേണ്ട, നിങ്ങൾ സംസാരിച്ച് നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മൾ ഞാൻ അത് നോട്ട് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ രീതിയിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്, കേട്ടോ? ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനിപ്പോ ആക്ച്വൽ പ്രാക്ടീസും കൂടി വരുമ്പോൾ അത് ശരിയായിക്കോളും, കേട്ടോ? ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ടീം, ഓക്കെ. ആൻഡ് മെറിയാൻ ടീം, വീഡിയോ തീരെ നിർത്തില്ലാത്തവർ മാത്രം വീഡിയോ ഇല്ലാതിരിക്കാൻ പാടുള്ളൂ, അല്ലാത്തൊരു വീഡിയോ ഓൺ ചെയ്യണം. ആരാ മീഡിയേറ്റർ? മീഡിയേറ്റർ ആസിയാണ്. ഹലോ, കേൾക്കാവോ? ഓക്കെ, ആസിയാണ് മീഡിയേറ്റർ. പിന്നെ ഒബ്സർവർ ആര്? സാർ ഒന്ന് ചോദിച്ചോട്ടെ ഒരു കാര്യം. ഓക്കെ. ഈ ശ്രുതി സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ കേറിയിട്ടുണ്ട്, അത് ആരാത്? ഞാനാണ് ആതിര TS. ഞാൻ ഓക്കെ അന്നറിയാൻ വേണ്ടിട്ട്. നിങ്ങൾ കേറുമ്പോ എന്നെ പേര് ചേഞ്ച് ആക്കാൻ പറ്റുണ്ടോ? അപ്പൊ അങ്ങനെ പിന്നെ കൺഫ്യൂഷൻ വരില്ല. നെയ്മേ ഇത് എന്റെ അല്ല സർ, അതുകൊണ്ടാണ്. മനസ്സിലായി. അങ്ങനെ കേറുമ്പോഴേ ചിലപ്പോ ലിങ്കിൽ നോൺ ആസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദിക്കും, ചിലപ്പോ അപ്പൊ അങ്ങനെ കറക്റ്റ് കൊടുക്കും. അപ്പൊ ഇനി കൺഫ്യൂഷൻ വരില്ല. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു നോക്കാം. അരുൺകൃഷ്ണൻ, നിങ്ങളുടെ ഒബ്സർവർ ആരാ? ഒബ്സർവർ ഇല്ല. ഞങ്ങൾക്ക് നിങ്ങൾ എത്ര ആളുണ്ട്? മൊത്തം 6 ആളുണ്ട്. 6 ആളുണ്ടായിരുന്നു, ഒരാള് ലീവ്. ഒരാള് അപ്പൊ ബാക്കി 4 ആള് അല്ലേ? അല്ല, 5 ആള്. നമ്മൾ ആദ്യമേ വെച്ചിരുന്നത് 2 മീഡിയേറ്റർ ആയിട്ടായിരുന്നു. അപ്പൊ അതിലാണ് ഭദ്ര പോയത്. ഓ, പിന്നെ പാർട്ടീസിന്റെ റോൾ എന്തൊക്കെയാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്ലസ് പിന്നെ ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, ഒരു പാസ്റ്റർ ഉണ്ട്. അവരൊക്കെ വേണ്ടതാണ്, അത്യാവശ്യമുള്ളവരാണ് അവര്. നോക്കാം. തുടങ്ങിക്കോ. ആരാ മീഡിയേറ്റർ? ആസിയ. എല്ലാവരും റെഡി അല്ലേ? സാർ, ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല സാർ. എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. ലൈറ്റ് വരുമ്പോ ഇങ്ങനെ വെള്ളം വന്നോണ്ടേ ഇരിക്കും കണ്ണിന്ന്. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല. ആയിക്കോട്ടെ, ശരി. ആസിയ ഏത് കോളേജ്? സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ്. ശരി. തുടങ്ങിക്കോ. സാർ, ഡെഫിനിഷൻ വായിച്ചിട്ടാണോ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു തുടങ്ങിയാൽ മതിയോ സാർ? ആസിയ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളതാണോ? ഇല്ല സാർ. ഇല്ലേ? അപ്പൊ പിന്നെ അതേമാതിരി തന്നെ തുടങ്ങിക്കോ. ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു. ഓക്കെ സാർ.
mediation process aspect definition ആണ് പറയുന്നത്. Mediation is the process of resolving controversies in which a neutral intervener assists two or more negotiation parties to identify patterns of concern, develop a better understanding situation based upon improved understanding, develop mutually acceptable proposal to resolve those concerns. അസിയ കേട്ടില്ല. ഹലോ, പറഞ്ഞു പോയായിരുന്നു. ഇപ്പോഴും പറയുന്നത് ഒന്ന് പറഞ്ഞു നോക്കാൻ കേൾക്കുന്നില്ല. ശരിയാണ്, ഫോണിൽ നിന്ന് കേറാൻ നോക്കട്ടെ സർ. ശരി ആയിക്കോട്ടെ. ഒരു സെക്കൻഡ് സർ. കുഴപ്പമില്ല. ഭദ്ര കേറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞാൻ കേറാട്ടോ. ഭദ്ര വാച്ച് ചെയ്യാൻ കയറിയതോ? ആയിരിക്കും. ഹലോ സർ. ഹലോ മാഡം, ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഹലോ, കേൾക്കാം. പക്ഷെ എനിക്ക് നിങ്ങൾ പറയുന്നത് ഭയങ്കര ലോ വോയിസ് ആയിട്ടാണ് കേൾക്കുന്നത്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പക്ഷെ ഭയങ്കര ലോ ആയിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിന്റെ വോളിയം കൂട്ടും. മൊബൈൽ ലോ വോളിയത്തേക്ക് എടുക്കായിരിക്കും. നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ അറിയാനോട് ചോദിക്കൂ ആ മൊബൈൽ എങ്ങനെ വോളിയം കൂട്ടാനുള്ളത്. ഇപ്പൊ കേൾക്കാം സർ. ഓക്കെ സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ മീഡിയേറ്റർ ആസിയ എന്നാണ് പേര്. ഡെഫിനിഷൻ പറഞ്ഞില്ല, അത് ഞങ്ങൾ കേട്ടില്ല. ഓക്കെ സർ. മീഡിയേഷൻ്റെ പ്രോസസ് ആസ്പെക്ട് ഡെഫിനിഷൻ ആണ് പറയുന്നത്. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiation parties to identify patterns of concern, develop a better understanding of the situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Good morning. ഞാനാണ് നിങ്ങളുടെ മീഡിയേഷൻ പറയുന്നത് അത് സംഗതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. മീഡിയേഷൻ മുന്നേ പറയുന്നത് കാരണം ഇതിൽ പറയുന്ന കാര്യമായിരിക്കണം മീഡിയേഷൻ നടക്കുന്നത് കേട്ടോ. ഓക്കെ. മീഡിയേഷൻ്റെ സെക്കൻഡ് ഡെഫിനിഷൻ ആയിട്ട് ഫങ്ഷനിങ് ആസ്പെക്ട് ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ഈസ് എ സ്ട്രക്ചേർഡ് ഫോർമൽ നെഗോഷിയേഷൻ പ്രോസസ് ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പിൾസ് ഫെസിലിറ്റേറ്റഡ് ബൈ ന്യൂട്രൽ തേർഡ് പാർട്ടി, that is mediator, to assist the parties
in dispute in reaching a voluntary resolution of a dispute. ഓക്കെ, തുടങ്ങിക്കോ. ഓക്കെ സർ. അപ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ആസിയാണ്. ഞാനാണ് നിങ്ങളുടെ മീഡിയേറ്റർ ആയിട്ട് വരുന്നത്. ഞാനിവിടെ 20 വർഷമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ഇയർ മീഡിയേറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ഞാൻ. 10 ഇയറായിട്ട് ഞാൻ മീഡിയേറ്റർ ആയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് LLM വിത്ത് ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇപ്പോൾ മീഡിയേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്. നമുക്ക് കുറച്ച് മീഡിയേഷൻ എന്താണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതൊരു വോളണ്ടിയറിങ് പ്രോസസ്സല്ല. അതായത് ഇപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുന്നു, നിങ്ങളുടെ മാനസികാവസ്ഥയും നിങ്ങളുടെ പ്രശ്നങ്ങളും ആ രീതിയിൽ നിങ്ങൾ തുറന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ട് കക്ഷികളും തമ്മിൽ തുറന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു തുറന്ന വേദി പോലെ നിങ്ങൾ സംസാരിച്ച് നിങ്ങളായിട്ടൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഞാൻ അതിലൊരു ചെറിയ ചെറിയ സജഷൻസ് തരും. അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒന്ന് ബ്ലോക്കായി നിൽക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കുറച്ച് സജഷൻസ് തരും. അത് എടുക്കുന്നതും എടുക്കാതിരിക്കുന്നതും എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിലുള്ളതാണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിനും നിർബന്ധിക്കില്ല. ഇതൊരു വോളണ്ടിയറിങ് പ്രോസസ്സേ അല്ല. നിങ്ങളെ ഒന്നും ചെയ്യാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഈ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണമെന്ന് നിങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപരമായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ സജഷൻസ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക്. പിന്നെ എന്ന് പറയുമ്പോൾ, ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാൾ ഇടയിൽ ഇടപെടാതിരിക്കുക. അയാൾ കംപ്ലീറ്റ് സംസാരിച്ച് അയാളുടെ പോയിന്റ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ നിങ്ങൾ സംസാരിക്കുക. നമ്മൾ രണ്ട് പാർട്ടികളെയും അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരെയും വളരെ വിശാലമായി കേൾക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും വളരെ രമ്യമായുള്ള ചർച്ചയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ്, ഈ സംസാരിക്കുമ്പോ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും ഫോക്കസ് ചെയ്യുന്ന പോകുന്നുണ്ട് സ്പീക്കറിൽ നിന്ന് ശബ്ദം. അപ്പൊ അത് അടുപ്പിച്ച് പിടിച്ചെന്നെ സംസാരിച്ചു. ഓക്കെ ഓക്കെ സർ. ഓക്കെ സർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ഇൻ്റർഫിയർ ചെയ്യാതെ നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ, ഒരാളെ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ബഹുമാനത്തോടെ ആ ഒരു കേട്ടിരിക്കാനുള്ള ക്ഷമയും ആ ഒരു കേൾക്കാനുള്ള ആ ഒരു മനസ്സും ഉണ്ടാവുക. അതുപോലെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാളും ആ ഒരു രീതിയിൽ തന്നെ പെരുമാറും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ രണ്ടുപേരും ആ ഒരു മാന്യമായ മര്യാദ പാലിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പിന്നെന്ന് പറയുമ്പോൾ, നിങ്ങൾ മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവൃത്തികളോ അങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നോക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ മാന്യമായ രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷെ അതിൽ നല്ല വാക്കുകളിലൂടെ നിങ്ങൾക്ക് സംസാരിക്കാം. നല്ല വാക്കുകളിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് തീർപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ഉള്ള ആ ഒരു സീരിയസ്നെസ്, ആ ഒരു കോൺഫിഡൻഷ്യലിറ്റി, അത് ഇവിടെ തന്നെ നമ്മൾ നിർത്തുന്നതാണ്. അത് പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഞാൻ ആരുടെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്നോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പേടിയോ ആ ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ചോ നിങ്ങൾക്ക് വേണ്ട. ഇവിടെ നമ്മൾ എന്ത് സംസാരിക്കുന്നു അത് ഇവിടെ തന്നെ ഉള്ളതും അതിൻ്റെ ആ ഒരു രഹസ്യ സ്വഭാവം നമ്മൾ കീപ്പ് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങൾക്ക് ഞാൻ നല്ല ഒരു നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്നോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാം. ഞാൻ വേറൊരു രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്യമാക്കുന്ന രീതിയിലോ അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ പറയുന്നത് ആ ഒരു പറയുന്ന രീതിയിൽ തന്നെ, നിങ്ങൾ ഏത് രീതിയിൽ എടുക്കണമെന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സീക്രട്ട് കീപ്പിംഗ്, ആ ഒരു സീക്രസി നമ്മൾ മീഡിയേഷൻ മുഴുനീളയും അതിനുശേഷവും നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നതായിരിക്കും. പിന്നെ
ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു തീരുമാനത്തിലെത്താൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ഞാനൊരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയോ ചെയ്യില്ല. ഞാനൊരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും നിൽക്കുന്നത്. ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സംസാരിക്കുകയോ മറ്റൊരാളെ താഴ്ത്തി പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഇംപാർഷ്യാലിറ്റിയോ ഞാൻ നിങ്ങളുടെ ഇടയിൽ കാണിക്കില്ല. ഞാൻ വളരെ തുറന്ന രീതിയിൽ സംസാരിക്കുകയുള്ളൂ. ഞാൻ സജഷൻസ് തരികയുള്ളൂ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തും ഒരുപോലെ നിലകൊള്ളുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ അതിൽ നിന്ന് മാറി ചിന്തിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് വേണ്ടിയിട്ട് പാർഷ്യാലിറ്റി കാണിക്കുകയോ പോലെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മീഡിയേറ്ററിനെ വിളിക്കാം, നിങ്ങൾക്ക് വേറൊരു മീഡിയേറ്ററിനെ വെക്കാം. അത് നിങ്ങളുടെ പ്രിവിലേജിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വേറൊരാളെ അസിസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരാളെ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കാവുന്നതുമാണ്. വേറൊരു മീഡിയേറ്ററെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പരസ്പരം കേട്ടിരിക്കാനും ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് പറഞ്ഞ പോലെ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് ബഹുമാനത്തോടെ കേട്ട് നിൽക്കാം. അയാൾ പറയുന്നതിനെ നമുക്ക് എന്താണ് അയാൾ പറയാനുള്ളതെന്ന് മുഴുവനായിട്ട് നമുക്ക് കേൾക്കാനുള്ള ക്ഷമയും അയാൾ പറയുന്ന ഓരോ കാര്യത്തിനെയും നമുക്ക് ബഹുമാനിച്ച് പരസ്പരം ഒരു ബഹുമാനം, ഒരു റെസ്പെക്ട് ഈച്ച് അതർ എന്നുള്ള ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ പരസ്പരം ഇവിടെ നമ്മളൊരു തുറന്ന സംഭാഷണം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റൊരു കക്ഷി കേൾക്കാതെ എന്നോട് പറയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ അടുത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒറ്റയ്ക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സെഷനാണ്. നമ്മളതിന് കോക്കസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെഷൻ എന്ന് പറയും. നിങ്ങൾക്കത് ആവശ്യപ്പെടാം, ഞാൻ നിങ്ങളോട് അത് ചോദിക്കുന്നതായിരിക്കും, നിങ്ങൾക്കത് സംസാരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു അവസരവും കിട്ടുന്നതായിരിക്കും. പിന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിതിപ്പോൾ മീഡിയേഷൻ ഒരൊറ്റ തവണയുള്ള ഒരു സംസാരത്തിൽ ചിലപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാവണം എന്നില്ല, അല്ലെങ്കിൽ നമ്മൾക്ക് 2-3 തവണ വരേണ്ടതായിട്ട് വരും. മീഡിയേഷൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ 2-3 തവണ വരേണ്ടതായിട്ടോ അങ്ങനത്തെ വരും. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു മീഡിയേഷനിലൂടെ തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പിന്നെയും വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആദ്യമേ പറയാവുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കോർട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം ഇവിടെ മീഡിയേഷൻ ഫെയിൽ ആയതിനു ശേഷം നിങ്ങളിത് കോർട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ മീഡിയേറ്റർ രീതിയിൽ ഞാൻ സംസാരിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഏത് കാര്യങ്ങൾ പറയണം ഏത് കാര്യങ്ങൾ പറയണ്ട എന്ന് വരുന്നത് എൻ്റെ പ്രിവിലേജിൽ വരുന്നൊരു കാര്യങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പ്രൈവറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പറയരുത്, മറ്റൊരാൾ അറിയരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചില കോൺഫിഡൻഷ്യലി ആയിട്ടുള്ള അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പറയാതിരിക്കാനുള്ളതും എൻ്റെ പ്രിവിലേജിൽ വരുന്ന കാര്യങ്ങളാണ്. അത് കോർട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഇവിടെ മീഡിയേഷൻ തന്നെ നടന്ന് നിങ്ങളുടെ കാര്യങ്ങൾ മീഡിയേഷനിലൂടെ സെറ്റിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്രിമെൻ്റ് എഴുതി ആ എഗ്രിമെൻറ്റിലൂടെ മുന്നോട്ട് പോയി ആ എഗ്രിമെൻ്റ് പാലിച്ചുകൊണ്ടായിരിക്കും പോകുക. ഇവിടെ വരുന്ന എല്ലാ കേസസും നമുക്ക് മീഡിയേഷനിലൂടെ തന്നെ തീർപ്പാക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇവിടെ പറയുന്നതോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലോടോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ മീഡിയേഷൻ ഫെയിൽ ആയതുകൊണ്ട് കോർട്ടിലേക്ക് റെഫർ ചെയ്യാവുന്നതുമാണ്. ഇതെല്ലാമാണ് മീഡിയേഷൻ്റെ ഗ്രൗണ്ട് റൂൾസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഹലോ, നമുക്ക് ഇപ്പോൾ പരസ്പരം നിങ്ങൾക്ക് മീഡിയേഷനിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം പരിചയപ്പെടുത്തണമെങ്കിൽ പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂലേക്ക് നേരത്തെ കടക്കുന്നതിന് മുമ്പ് ഒരു ഹിസ്റ്ററി പോലെ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയും നിങ്ങളുടെ സന്ദർഭങ്ങളും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹലോ സാർ. അതെ, കണ്ടിന്യൂ ചെയ്തോ. അല്ല സാർ, ഇതിപ്പോ നമ്മള് ബാക്കിയുള്ളവര് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറയണോ അല്ലെങ്കിൽ മീഡിയേഷനിലേക്ക് കടക്കണോ? അതല്ല, നിങ്ങള് ഇത് മീഡിയേഷന്റെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇത് മീഡിയേഷന്റെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ലേ പറഞ്ഞത്? അതെ സർ. അല്ല നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഓക്കെ, എന്നാ അങ്ങനെ ബാക്കി മീഡിയേഷനിലേക്ക് കിടക്കട്ടെ സാർ. കേട്ടോ, ഇനി ആ റോൾ പ്ലേ കണ്ടിന്യൂ ചെയ്താൽ ബാക്കിയുള്ളവർ അവരുടെ ഓക്കെ സാർ. ആരെ തുടങ്ങുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ.
ഓക്കെ സാർ, മീഡിയേഷനിലേക്ക് കിടക്കാം സാർ. ആ അപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണ് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്യൂലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പോലെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ മാനസികാവസ്ഥയും എല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഏത് കക്ഷിയാണ് ആദ്യം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? അരുണാണ് സംസാരിക്കുന്നതെങ്കിൽ അരുണിന് സംസാരിക്കാം. ആൻസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ ആൻസിന് സംസാരിക്കാം. നിങ്ങളെ ഒന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് പറയുക. എനിക്ക് നിങ്ങളുടെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും അറിയില്ല അതെന്നത് കൊണ്ടാണ്. ആർക്കാണെന്ന് വെച്ചാൽ ഒന്ന് തുടങ്ങാം. തുടങ്ങാം. അരുൺ തുടങ്ങിക്കോളൂ. എൻ്റെ പേര് അരുൺ. ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. ഞങ്ങള് 8 കൊല്ലമായിട്ട് ഹലോ അരുൺ. ഹലോ അരുണിന്റെ എനിക്കില്ലല്ലോ. ഹലോ അരുൺ, എന്നാ വരാൻ വൈകുന്നുണ്ടെങ്കിൽ ആൻസിന്റെ പറഞ്ഞു തുടങ്ങാം. ആൻസ്. ഓക്കെ മാഡം, എൻ്റെ പേര് ആൻസിനാണ്. ഞാനും അരുണും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. ഹലോ, എക്സ്ക്യൂസ് മീ, എനിക്ക് വല്ലാതെ എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. സാർ എനിക്കും എക്കോ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ആൻസിന് എന്നാ നെറ്റ് ഇഷ്യൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻസ് വീഡിയോ ഓഫ് ചെയ്തോ. ഓക്കെ. എൻ്റെ പേര് ആൻസ് മരിയ. ഞാനും അരുണും തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ സ്കൂൾ ടൈമിൽ തൊട്ടാണ് പ്രേമിച്ചത്. അതിനുശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. വീട്ടുകാരുടെ എതിർപ്പോട് കൂടിയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. കാരണം എൻ്റെ വീട്ടിൽ കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോഴായിരുന്നു ഞങ്ങൾ ഒളിച്ചോടി പോയാണ് കല്യാണം കഴിച്ചത്. അരുണിൻ്റെ വീട്ടിലും തീരെ സമ്മതമല്ലായിരുന്നു, എൻ്റെ വീട്ടിലും തീരെ സമ്മതമല്ല. ഞാനൊരു ബെന്തക്കോസ്താണ്. കാരണം ഞങ്ങളുടെ റിലീജിയൻ വെവ്വേറെയാണ്. ഞാൻ ബെന്തക്കോസും അരുൺ ഹിന്ദു ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ ഒരിക്കലും ഞങ്ങളുടെ ബന്ധത്തെ അവർ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ചു. അപ്പം അരുണിൻ്റെ അമ്മയ്ക്കും അങ്ങനെ തീരെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു നമ്മൾ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം എനിക്ക് 2 കുട്ടികളാണ്. മൂത്തയാൾ 3ാം ക്ലാസ്സിലും ഇളയാൾ 1ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടുകാർക്ക് എന്നെ വീട്ടിലോട്ട് തിരിച്ചു വിളിച്ചു. അപ്പം ഞാൻ തിരിച്ചു ചെന്നു. ഞാൻ എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. അരുൺ സമ്മതിച്ചിട്ട് തന്നെയാണ് ഞാൻ വീട്ടിലോട്ട് ചെന്നത്. അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ചേച്ചി ഇവിടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്താണ് ഇഷ്യൂ തുടങ്ങുന്നത്. കാരണം എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പനിയായിരുന്ന സമയത്ത് ഓക്കെ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് പനിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഒന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പം ജസ്റ്റ് ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പം എൻ്റെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് അവള്.
കാവ്യ കാവ്യ Sir, മീനാക്ഷി മ്യൂട്ട് എന്റെ ചെയ്യോ? ഓഡിയോ ഓഫ് ആണല്ലോ മാഡം. ഓഫ് അല്ല, ആണ്. മാം എന്റെ ഓഫാണ്. അതെയോ? ഇപ്പൊ ഓഫായി. ശരി. ഓക്കെ. തുടങ്ങി. അപ്പോ അപ്പോ അങ്ങനെ ആയിരുന്നപ്പോ സമയത്ത് ഈ എന്റെ മൂത്ത കുട്ടി എന്താണ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ അവൾ അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞു. കാരണം അവൾക്കും കൂടെ പനി പിടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്, മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞത്. പക്ഷെ അവളത് നമ്മൾ തിരിച്ച് വീട്ടിൽ ചെന്നു. ഒരു വെക്കേഷൻ ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്, എൻ്റെ വീട്ടിൽ വന്നത്. അതിനുശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മൂത്ത കുട്ടി എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണ് ആ ഭർത്താവിൻ്റെ അമ്മയുടെ പേര്, ലക്ഷ്മിക്കുട്ടി അമ്മയോട് എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പം അമ്മയ്ക്ക് ഓൾറെഡി എന്നോട് ഒരു ചെറിയ വിരോധം ഉണ്ട്. കാരണം നമ്മൾ വേറെ കാസ്റ്റ് ആയതുകൊണ്ടും വേറെ റിലീജിയൻ ആയതുകൊണ്ടും അമ്മയ്ക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതോടൊപ്പം തന്നെ എൻ്റെ കുട്ടി പറയുന്നത് കേട്ടിട്ട് അത് വളരെ വലുതാക്കി എടുത്ത് എന്നെ മാനസികമായിട്ട് അപ്പ തൊട്ട് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അമ്മ. എനിക്ക് ഒരു തരത്തിലും എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി അമ്മ. എന്നെ നാട്ടിലെങ്ങും എന്നെ ഒരു എന്താ പറയാ എന്നെ ഒരുപാട് ചീത്ത രീതിയിൽ തന്നെ അമ്മ ചിത്രീകരിച്ചു. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിനോടും, അതായത് അരുണിനോടും പലതും പറഞ്ഞു കൊടുത്തു അമ്മ, അമ്മ എന്നെ പറ്റി. അപ്പൊ ആ ഹസ്ബൻഡിനും എന്തൊക്കെയോ തോന്നി. അപ്പൊ ആ ടൈമിലായിരുന്നു അദ്ദേഹത്തിന് കൈ ഒന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ ശുശ്രൂഷിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ മനസ്സിൽ ഇതാണ് കിടക്കുന്നത്, ആ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തപ്പം അരുണും എന്നോട് എന്തൊക്കെയോ ഒരു ചെറിയ ഇതൊക്കെ തോന്നി. അപ്പൊ അരുണും എന്നോട് ഇച്ചിരിയൊക്കെ ദേഷ്യമൊക്കെ തോന്നി കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ കുട്ടികളെ അവരുടെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോരുകയായിരുന്നു. തിരിച്ചു പോകുന്നതിന് ശേഷം ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരുണിനോട് പറഞ്ഞു, അരുൺ ഇങ്ങനെ ജീവിച്ചാൽ പോരാ. കാരണം അരുൺ ഒരു ഓട്ടോ ഡ്രൈവറാണ്. നമ്മൾ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എനിക്ക് അരുണിനോട് പേഴ്സണലി യാതൊരു ദേഷ്യവും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അരുണിനെ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല, പെൺകുട്ടികളാണ്, അവരെ നമുക്ക് വളർത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ റിലീജിയനിലോട്ട് വന്ന എന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞു, എന്റെ റിലീജിയനിലോട്ട് മാറിയാൽ അദ്ദേഹത്തിന് ഒരു നല്ല ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന്, കുട്ടികളെയും എന്റെ റിലീജിയനിലോട്ട് മാറ്റിയാൽ നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് എന്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അരുണിനോട് പറഞ്ഞു, അരുൺ എന്റെ റിലീജിയനോട്ടൊന്ന് മാറണം, അങ്ങനെ മാറിയാൽ മാത്രം ഞാൻ അങ്ങോട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം എനിക്ക് ഇനിയിപ്പോ അതിനങ്ങനെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അരുൺ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കുട്ടികളെ വേണം മാഡം. അതാണ് എന്റെ മെയിൻ ഇഷ്യൂ. എനിക്ക് എന്റെ കുട്ടികളെ എന്റെ ഒപ്പം തന്നെ കൊണ്ടെത്തണം. എന്റെ ഒപ്പം തന്നെ എപ്പോഴും വേണം എന്റെ കുട്ടികൾ. കാരണം 2 പെൺകുട്ടികളാണ്, അവരുടെ ഭാവി ജീവിതം ഇനിയും നമ്മൾ നോക്കണം. അതാണ് എന്റെ ഇഷ്യൂ മാഡം. അപ്പോൾ ആൻസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, ആൻസിന് കുട്ടികൾ വേണം, കുട്ടികൾ ആൻസിൻ്റെ ഒപ്പം നിൽക്കണം. ആൻസിന് ഭർത്താവിൻ്റെ അമ്മയായ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ നിന്ന് മാനസികമായിട്ട് തന്നെ പറ്റി പലതും പറയുന്നു എന്നുള്ള ആ ഒരു വിഷമം, ഉള്ളിലുള്ള ആ ഒരു സങ്കടത്തോടു കൂടി അവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ ആണ് ആൻസിന് പറയാനുള്ളത്. അതെ മാഡം, മെയിൻലി എനിക്ക് എന്റെ കുട്ടികളെ വേണം, എന്റെ ഒപ്പം തന്നെ എനിക്ക് അവരെ വേണം. അപ്പോൾ തൻ്റെ ഒപ്പം തന്നെ എന്ന് പറയുമ്പോൾ തൻ്റെ വീട്ടിൽ നിൽക്കാനാണ്. അപ്പോൾ ആൻസിന്റെ വീട്ടിൽ നിൽക്കാനാണ് ആൻസിന്, അങ്ങനെയാണ്. അതെ, അല്ലെങ്കിൽ അരുൺ എന്റെ റിലീജിയനിലോട്ട് മാറണം. അപ്പോൾ കുട്ടികളെയും അരുണിനെയും റിലീജിയനിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ, തൻ്റെ റിലീജിയൻ ബെന്തക്കോസ്റ്റ് റിലീജിയനിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു നല്ല ഭാവി ജീവിതം തനിക്ക് ഓഫർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതാണ് താങ്കൾക്ക് പറയാനുള്ളത്. അരുൺ നമുക്ക് അരുണിന്റെ അടുത്തേക്ക് വരാവുന്നതാണ്, അരുണിന് സമയം തരുന്നതാണ്. ഞാൻ ആൻസിനോട് സംസാരിക്കട്ടെ അരുൺ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ആൻസിന് പറയാനുള്ളത്. ഒന്ന് എന്ന് പറയുന്നത്, ഭർത്താവിന്റെ അമ്മയായ ലക്ഷ്മിക്കുട്ടി അമ്മ തന്നോട് കാണിക്കുന്ന ആ ഒരു അപ്രോച്ച്. രണ്ടാമത്തത് എന്ന് പറയുന്നത്, സ്വന്തം കുട്ടികൾ തൻ്റെ സ്വന്തം മതത്തിൽ വളരണം എന്നുള്ള തൻ്റെ ഒരു നിർബന്ധം.
അതെ മാഡം. പിന്നീട് ഞാൻ ഒരു കാര്യം കൂടി വിട്ടുപോയി മാഡം പറയാൻ. കാരണം ഞങ്ങളെ പ്രേമിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഒരിക്കലും ഈ ഒരു മതത്തിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഹലോ ഹലോ ആൻസ്. ഒരുപാട് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ഈ ഒരു തീരുമാനത്തിലോട് എത്തിച്ചേർന്നത്. ആൻസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയിരുന്നില്ല. ഹലോ ആൻസിന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ മാഡം ഇപ്പൊ കേൾക്കാം. എനിക്ക് കേൾക്കാം. അപ്പോൾ ആൻസിന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. സ്വന്തം ഭർത്താവിന്റെ അമ്മയിൽ നിന്ന് തനിക്ക് ഏൽക്കേണ്ടി വന്ന മാനസികാവസ്ഥയും അവർ തന്നോട് കാണിക്കുന്ന ആ ഒരു അപ്രോച്ചും. രണ്ടാമത്തത്, സ്വന്തം കുട്ടികൾ സ്വന്തം മതത്തിൽ ഒരു നല്ല സ്റ്റാറ്റസിൽ തൻ്റെ കുടുംബജീവിതം, അതായത് അരുണിനോടൊത്തുള്ള നല്ലൊരു കുടുംബജീവിതം വേണം എന്നുള്ളതുമാണ് തൻ്റെ ആവശ്യം. അതെ അതെ മാഡം. അല്ലേ ആൻസ്? ഹലോ. ഓക്കെ, ആൻസിന് അത്രയാണ് പറയാനുള്ളത്. നിലവിൽ ആൻസിന് വേറെ ഇഷ്യൂകളോ അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാഡം, എനിക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഒന്നുമില്ല. ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അരുൺ അരുണിനെ പറഞ്ഞു തുടങ്ങാം. അരുണിനെ സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട്, സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. എനിക്ക് അരുണിനെ പറ്റിയൊന്നും അറിയില്ല, അരുണിന്റെ പ്രശ്നങ്ങൾ അറിയില്ല, അരുണിന്റെ മാനസികാവസ്ഥയോ മാനസിക സമ്മർദ്ദങ്ങളോ എനിക്കറിയില്ല. അപ്പൊ ആ ഒരു രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മാഡം, ഇത് ഞങ്ങൾ പ്രണയ വിവാഹമായിരുന്നു. ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം, വീട്ടുകാരുടെ എതിർപ്പൊക്കെ മറികടന്ന് ഞങ്ങൾ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചിരുന്നു. ആ സമയത്തൊന്നും ഈ മതത്തിന്റെ പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ അത് അഭിഷേകങ്ങളൊന്നും ഇടാതെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത്. പക്ഷെ ഇതിപ്പോ ഈ അടുത്ത് അവൾ അമ്മയുടെ വീട്ടിൽ പോയ ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോ അരുൺ പറയുന്നത് പെട്ടെന്നൊരു ദിവസം പോയതിനു ശേഷമാണ് ആൻസിന് മതത്തിനോടുള്ള ഒരു താല്പര്യം വന്നു എന്നാണ് പറയുന്നത്. അരുണിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ അരുൺ. മാത്രമല്ല, പോയതിനു ശേഷം, വീട്ടിൽ പോയതിനു ശേഷം എനിക്കറിയാൻ കഴിഞ്ഞത് എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള അമ്മയോടാണ് എന്റെ മകള് പറഞ്ഞത്. ഹലോ. പറഞ്ഞോളൂ അരുൺ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. അവള് കുറെ കാലത്തിന് ശേഷമാണ് അവളുടെ വീട്ടിലേക്ക് പോയത്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത് ആൻസിനോടാണ്. ആൻസിന്റെ വീട്ടുകാർ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ആൻസിനെ വിളിക്കാൻ കാരണം എന്താണ്? അതായത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മക്കള് 3ലും 1ലും പഠിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പൊ പേരക്കുട്ടികൾ ഉണ്ടായപ്പോ വന്നതല്ല ആൻസിന്റെ അച്ഛനമ്മമാര്. പെട്ടെന്നൊരു ദിവസം ആൻസിനെ കാണാൻ വരുന്നതിന് എന്തെങ്കിലും കാരണമോ അല്ലെങ്കിൽ അപ്പോഴും അവര് മതത്തിലേക്ക് മാറണം, എന്നാൽ നിന്നെ ഞങ്ങൾ സ്വീകരിക്കും എന്നുള്ള രീതിയിലുള്ള സംസാരത്തിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ആണോ വന്നത്? അങ്ങനെ അന്ന് വീട്ടിൽ വന്നപ്പോൾ അങ്ങനത്തെ ഉള്ള സംസാരങ്ങളിൽ അരുൺ കൂടി പങ്കാളിയായിരുന്നു? അങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിരുന്നോ? നിങ്ങൾ കുടുംബപരമായിട്ട് മതത്തിന്റെ ചർച്ചകൾ എന്തെങ്കിലും നടത്തിയിരുന്നോ? ഒരാള് പറയൂ. ഇപ്പോ ആൻസ് പറയൂ ഒന്ന്. ഇല്ല മാഡം, എന്നോട് അങ്ങനെയൊന്നും എന്റെ വീട്ടുകാർ എന്നോട് അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹത്തോടെ വന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ അത്രയും നാളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ്. പെട്ടെന്ന് അവരെന്നെ വന്ന് വിളിച്ചു. എനിക്ക് ആ ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് പോയതും. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞപ്പോഴാണ് ഇവര് പറയുന്നത്
ഇനി ഇങ്ങനെ അപ്പൊ അവര് മതമില്ലാണ്ട് പെട്ടെന്ന് ഒരു ജീവിക്കാതിരിക്കാൻ ദിവസം പറ്റില്ലല്ലോ. അപ്പൊ ആൻസിന്റെ വീട്ടുകാർ പെട്ടെന്ന് ഒരു ദിവസം ആൻസിനോടുള്ള സ്നേഹം കൊണ്ട് വന്നു എന്നാണ് ആൻസ് പറയുന്നത്. അത്ര നാൾ ഇല്ലാതിരുന്ന സ്നേഹം അപ്പൊ വന്നു എന്നുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ല കാരണം മാം, ഉണ്ടോ എന്നോട് എന്നാണ് ഞാൻ സ്നേഹം ചോദിക്കുന്നത്. ഉണ്ടായിരുന്നു. എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ എന്നോട് സ്നേഹമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് അങ്ങ് അടുപ്പില്ലാന്ന് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അരുണിന് എന്താണ് പറയാനുള്ളത്? അരുൺ പറയൂ. ഈ 8 കൊല്ലത്തിന് ശേഷമാണ് അവർ വരുന്നത്. അപ്പോ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്റെ മക്കളെ അവരുടെ മതത്തിലേക്ക് മാറ്റണം എന്നുള്ള ഒരേ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് വരുന്നത്. ഇത്രയും കാലം എന്റെ ഞാൻ ഓട്ടോ ഓടിച്ച പൈസ കൊണ്ടൊക്കെ ജീവിച്ച ഒരാള് ഇപ്പൊ എന്തുകൊണ്ടാണ് എന്റെ ജോലി ഒരു മോശമായിട്ട് കാണുന്നത്? മാഡം എനിക്ക് സംസാരിക്കാവോ? ലക്ഷ്മിക്കുട്ടിയമ്മ, ഞാൻ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് സംസാരിക്കാനുള്ള അവസരം തരാം. അരുണിന്റെ കാര്യങ്ങൾ പറഞ്ഞ് തീർന്നിട്ട് നമുക്ക് സംസാരിക്കാം. അരുൺ പറയൂ. അരുണിന്റെ ഇഷ്യൂസ് എന്താണ്? അരുണിന്റെ പ്രശ്നങ്ങൾ എനിക്ക് എന്താണ്? ചോദിക്കാനുള്ളത്, അതിനുശേഷം എന്റെ ഓട്ടോ ഓടിച്ച് കുറച്ച് ഞങ്ങളെ ലൈഫ് ഒന്ന് സെറ്റായി. ഇവിടെ എംകോം ഒക്കെ കഴിഞ്ഞതാണ്. എംകോം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ കുഞ്ഞമ്മ മരിച്ചു. അപ്പോ അവർക്ക് സർക്കാർ ജോലിയായിരുന്നു. അപ്പോ അത് ഞാൻ എടുക്കാതെ അത് ഞാൻ അവൾക്ക് കൊടുത്തതാണ്. അത് അവള് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത്രയും കാലം ഞങ്ങൾ ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചു. ഇപ്പോ അവളെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ആള് മൊത്തത്തിൽ മാറി. അപ്പോ അപ്പോ അരുൺ ശരിക്കും പറഞ്ഞാൽ അരുണിന് ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നതിൽ അരുണിന് തൻ്റെ ജോലിയിൽ താൻ വളരെ അഭിമാനത്തോടെ ജീവിക്കുകയും തനിക്ക് വളരെ നല്ല ഒരു ജോലിയുടെ ഒരു സന്ദർഭം വന്നപ്പോൾ അത് സ്വന്തം ഭാര്യക്കായിട്ട് വെച്ച് നീട്ടിയതുമാണ്. അതായത് ഭാര്യയുടെ വിദ്യാഭ്യാസത്തിൽ അഭിമാനിച്ചുകൊണ്ട് അവൾക്കൊരു ജോലി കിട്ടിയ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതെ. ഓക്കെ. അപ്പൊ അതിനു ശേഷമാണോ വീട്ടുകാര് വരുന്നത്? ഓക്കെ. അപ്പൊ അരുണിന്റെ പ്രശ്നം ഇപ്പോഴും എന്താണെന്ന് അരുൺ പറഞ്ഞില്ല. മാഡം, ഇത് ഈ കുട്ടികളെ മതം മാറ്റുന്ന പ്രശ്നം അതിൽ പെട്ടെന്ന് വന്നതാണ്. ഇവള് വീട്ടിൽ പോയതിനു ശേഷമുള്ള ആള് മൊത്തം മാറി. ഇതൊന്നും എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ ഡൈവേഴ്സ് വേണമെന്ന് പറയുന്നത്. ഞാൻ കുട്ടികളെ മതം മാറ്റുന്ന ഒറ്റ വാശിയിലാണ് ഇതിലുള്ളത്. ഞാനും കൂടെ മതം മാറിയിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും. ഇത്രയും കാലം ഉണ്ടായിരുന്ന ഓട്ടോ ജോലിക്ക് എന്താണ് കുറവെന്നാണ് ഇപ്പൊ എനിക്ക് അറിയേണ്ടത്. ഓക്കെ. അല്ല, ഇപ്പോ അരുണിന് മക്കളെ മതം മാറ്റാൻ താല്പര്യമില്ല, അതാണ് അരുൺ പറയുന്നത്. അപ്പൊ നിങ്ങള് കല്യാണം കഴിച്ച ആ ഒരു ടൈമിൽ നിങ്ങൾ മതത്തിന്റെ പേരിൽ 2 മതമാണെങ്കിലും ഇത്രം നാള് ജീവിച്ച ആ ഒരു ജീവിതത്തോട് തന്നെയാണ് താങ്കൾക്ക് താല്പര്യം. മതം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ. അതെ. ഒന്നെങ്കിൽ അവളുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കണം. ഓക്കെ. അപ്പോ ഇപ്പോ അരുണിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല മാഡം. ഓക്കെ. അപ്പൊ അരുൺ ഇത്രയും നേരം എന്റെ മക്കളെ വേണം. ഓക്കെ. അപ്പൊ ഇത്രയും നേരം അരുൺ സംസാരിച്ചതിൽ നിന്ന് അരുണിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അരുണിന്റെ 2 മക്കളെ വിട്ടുകൊടുക്കാനോ അതുപോലെ തന്നെ മതം മാറ്റിയിട്ട് അവരെ വേറൊരു മതത്തിലേക്കുള്ള വിശ്വാസത്തിലേക്ക് നയിക്കാനോ അരുണിന് തീരെ സമ്മതമില്ല. അത് ആദ്യമേ സംസാരിച്ചിരുന്ന പോലെ ഇത്ര നാള് ജീവിച്ചിരുന്ന പോലെ തുടർന്ന് ജീവിക്കാനാണ് അരുണിന് താല്പര്യം. അല്ലെങ്കിൽ അങ്ങനെയല്ലേ അരുൺ? യെസ് മാഡം. പിന്നെ ഈ അമ്മയും അവളുമായിട്ടുള്ള പ്രശ്നം അത് ഏതൊരു വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് ഇത്ര ഇതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല.
അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്നത് തൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയതിന് ശേഷമാണ് ഇതുപോലെ മതത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ ഒരു താല്പര്യത്തോടും വീട്ടുകാരായിട്ട് ആൻസും തൻ്റെ ഭാര്യയുടെ വീട്ടുകാരുമായിട്ടുള്ള ആ ഒരു ബന്ധം തുടരുന്നതിൽ താങ്കൾക്ക് താല്പര്യമില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ലക്ഷ്മിക്കുട്ടിയമ്മ സംസാരിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു. അരുണിന്റെ അമ്മയ്ക്ക് സംസാരിക്കാം. ഹലോ, കേക്കാവോ? കേക്കാം, പറഞ്ഞോളൂ. ഓക്കെ മാഡം, എൻ്റെ പേര് ലക്ഷ്മിക്കുട്ടിയമ്മ എന്നാണ്. എനിക്ക് ആകെക്കൂടെ ഒരു മോനെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ വളർത്തി വലുതാക്കിയത്. ആൻഡ് എന്റെ മോനെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ മാത്രം പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ശരി. ഓക്കെ, ഞാൻ എൻ്റെ മോനെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തി വലുതാക്കിയത്. അങ്ങനെ എൻ്റെ മോനെ കണ്ടും കയ്യും കാണിച്ചാണ് അവള് വളച്ചെടുത്തത്. ആൻഡ് നല്ല വിഷമം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഭർത്താവിനും എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു ഈ വിവാഹത്തില്. പിന്നെ എൻ്റെ മോൻ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാഡം ഞാനത് സമ്മതിച്ചത്. പക്ഷെ ഇതുപോലത്തെ ഒരാളുടെ കൂടെ എൻ്റെ മോൻ ജീവിക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മളൊരു കുടുംബ ബന്ധത്തില് ഏറ്റവും വേണ്ടത് വിശ്വാസമാണ്. അത് അവള് കാണിക്കുന്നില്ല. ഇപ്പൊ ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കിയെന്നാണ് അവള് പറഞ്ഞത്. അതായത് ഇവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ട് എന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവളുടെ മോള് തന്നെയാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത്. വീട്ടിൽ പോയപ്പം സ്വന്തം ചേച്ചിയുടെ ഭർത്താവായിട്ട് ഒരു റൂമിൽ കിടക്കുന്ന കണ്ടു എന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് മാഡത്തോട് ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ട് ഇത് പറയാൻ, മീൻസ് ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ മോനെ ഇരുത്തിക്കൊണ്ട് ഇത് പറയാൻ. പക്ഷെ അവൻ ഇത് അറിയണം, അതുകൊണ്ടാണ് ഞാൻ സീക്രട്ട് ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞത്. സോ ഇങ്ങനെ, അതായത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൂടപ്പിറപ്പ് പോലെയാണ്. അവരുടെ കൂടെ ഇങ്ങനെ ഒരു ബന്ധം, അത് എൻ്റെ മകന്റെ മോൾ, അതായത് എൻ്റെ പേരക്കുട്ടി അത് ചോദിക്കാൻ ചെന്നപ്പം അവൾ അവിടുന്ന് ഓടിച്ചു വിട്ടു. ലൈക്ക് ഇപ്പൊ അവരതിന് പറയുന്നത് പനി പകരുമായിരിക്കും എന്ന്. അപ്പൊ അത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു പനി പകരുമായിരിക്കും എന്നൊക്കെയുള്ള ഈ ഒരു കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം. അത് മാത്രമല്ല, ഞാൻ ഇവർക്കെതിരെ ഇങ്ങനെ പറയാനുള്ള കാരണം, ഈ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം അത് കഴിഞ്ഞ പിന്നെ ഈ പീറ്ററുമായിട്ട് പല സ്ഥലത്ത് വെച്ച് ഇവളെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവള് ബാങ്കിലാണ് മാഡം ജോലി ചെയ്യുന്നത്. അപ്പൊ ബാങ്കിൽ എന്ന് പറയുമ്പം ഓഡിറ്റിങ്ങിന്റെ സമയത്ത് മാത്രമാണ് അത്യാവശ്യം തിരക്ക് ഉണ്ടാവുള്ളൂ. പീറ്ററുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ പിന്നെ ഇവൾ എന്നും വീട്ടിൽ വന്ന് കയറുന്ന 9 മണിക്കാണ് മാഡം. എന്റെ മോനൊരു പാവാണ് മാഡം, അവൻ ഇതൊന്നും അറിയില്ല. അവൻ ഇവള് പറയണയാണ് എല്ലാം. അവൻ രാത്രി വരെ ഓട്ടോ ഓടിച്ചിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിനും ഇവളെ നോക്കാനും വേണ്ടി രാത്രി വരെ ഓട്ടോ ഓടിച്ചിട്ടാണ് മാഡം ഞങ്ങൾ ജീവിക്കുന്നത്. ഇവളുടെ ശമ്പളത്തിൽ നിന്ന് ഒന്നും തന്നെ ഇവള് വീട്ടിലേക്ക് വേണ്ടി ചെയ്യാറില്ല ഈ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം തുടങ്ങിയതിന് ശേഷം. അതിന് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവളുടെ ചേച്ചിയുടെ ഭർത്താവ് പീറ്റർ. പിന്നെ ഇവള് പറഞ്ഞു അവര് തമ്മിലൊരു സഹോദര ബന്ധമാണെന്ന്. എന്റെ മോനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇവളുടെ വീട്ടുകാര് എന്ന രീതിയിൽ അവരത് പറഞ്ഞു ഒത്തുതീർപ്പാക്കാനല്ല ശ്രമിക്കുന്നത്. ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും ഇവളുടെ വീട്ടിൽ നിന്ന് അത് വഷളാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എല്ലാ കാര്യത്തിനും. ഇപ്പൊ മാഡം ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവർ ഒത്തുതീർപ്പാക്കി വന്നായിരുന്നു. അപ്പോഴും ഇവളുടെ ഒപ്പം എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്നതും വേണ്ട നിനക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചതും ഒക്കെ പീറ്ററാണ് മാഡം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ഒരിക്കലും ഒരു സഹോദര്യ സ്നേഹം കാണാൻ പറ്റുന്നില്ല. പിന്നെ സഹോദരിയുടെ ജീവിതം നന്നായി പോണമെന്നല്ലേ വിചാരിക്കുക. അങ്ങനെ ഒരു വിചാരമൊന്നും ഞാൻ അവന്റെ ഒരു സ്നേഹത്തിൽ കണ്ടിട്ടില്ല മാഡം. അപ്പൊ എനിക്ക് മാത്രമല്ല, എനിക്ക് നല്ല സംശയം ഉണ്ട് ആ ഒരു ബന്ധത്തില്. ആൻസ് ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ആൻസിനുള്ള സമയം തരും നമ്മൾ. ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു തീർക്കട്ടെ, തുടർന്നോളൂ. നമുക്കും കൂടപ്പിറപ്പുകളുണ്ട്. നമ്മുടെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വീട്ടിൽ നിന്ന് വന്ന് ഇടപെടുന്ന നമ്മളും കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയെങ്കിലും അവന്റെ കൂടെ ജീവിക്കാൻ നോക്ക്, അല്ലാതെ നീ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വഴക്കുണ്ടാക്കി വരരുത് എന്നാണ് എന്റെ വീട്ടിൽ നിന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എന്റെ ഭർത്താവായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചത് നേരെ വിപരീതമാണ്. നീ എന്തിനാണ് അവന്റെ കൂടെ ജീവിക്കുന്നത്? +2 വിദ്യാഭ്യാസമുള്ള അവന്റെ കൂടെ നീ എന്തിനാണ് ജീവിക്കുന്നത്? നീ ഇപ്പൊ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്, നിനക്ക് അതിന്റെ ആവശ്യമില്ല
ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ മോന്റെ ഔദാര്യാണ് മാഡം അവളുടെ ജോലി. എന്റെ മോന് കിട്ടേണ്ട ജോലിയാണ്. അവന്റെ മനസ്സിന്റെ നന്മ കാരണമാണ് അത് അവൾക്ക് എഴുതി കൊടുത്തത്. അവൾ എന്ന് ബാങ്ക് ഉദ്യോഗസ്ഥയായോ അന്ന് തൊട്ട് അവൾക്ക് എന്റെ മോന് ഒരു വിലയും ഇല്ല. അവളും പല പ്രാവശ്യം എന്റെ മോനെ കുത്തി നോവിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ്. അത് എന്റെ മോന് കിട്ടണ്ടായിരുന്നു. അവർക്കിപ്പോ ജോലി, എന്റെ മോന്റെ ജോലി പോരാ, അവർക്കിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ നിലവാരം പോരാ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ അവന്റെ കൂടെ ജീവിക്കാൻ വന്നത്. എന്റെ മാഡം, എനിക്ക് ഇതിലും കൂടുതൽ പറയാനുള്ളത്, എന്റെ മോൻ കൈയൊടിഞ്ഞ് കിടക്കുമായിരുന്നു. 2 മാസമായിട്ട് എന്റെ മോൻ കൈയൊടിഞ്ഞ് കിടക്കുക. ഇവളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ ഒരു പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് ഇവള് വീട്ടിലോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഇവള് വന്നിട്ടില്ല മാഡം. ഞാനാണ് എന്റെ മോനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇവള് മക്കളെ വേണം എന്ന് പറയുന്നുണ്ടല്ലോ, ആ മക്കളോട് ചോദിക്കും മാഡം, മക്കളെ വിളിച്ച് ചോദിക്കും അമ്മേനെ വേണോന്ന്. അവര് പറയില്ല ഇവിടെ വേണമെന്ന്. അവള് അമ്മമ്മേന്റെ കൂടെ അച്ഛന്റെ കൂടെ നിൽക്കണമെന്നേ പറയുള്ളൂ. ഒരു മോള് ഒരമ്മേനെ വേണ്ടാന്ന് പറയണമെങ്കിൽ അവൾ എത്രത്തോളം അവൾ അങ്ങനത്തെ കാര്യമാണ് മാഡത്തിന് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനാണ് മാഡം ആ 2 മക്കളെയും നോക്കിയത് ഈ 3 മാസം. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും മാഡം, ഞാൻ നോക്കുന്നു. ഈ 3 മാസം ഞാനാണ് അവരെ സ്കൂളിൽ വിട്ടതും വയ്യാത്ത എന്റെ മോനെ നോക്കിയതും. 1 രൂപ പോലും ഇവള് ആ ശമ്പളത്തിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല മാഡം. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്, എന്റെ മോന് ജോലിക്ക് പോകാൻ പറ്റാഞ്ഞിട്ട്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും എനിക്കിത് ചെയ്യാൻ പറ്റും മാഡം. ഇങ്ങനെ ഒരു ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരാളെ എന്റെ മോന് വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മാഡം. ഹലോ. അപ്പോ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് പറയാനുള്ളത് തന്റെ മരുമകളുടെ സ്വഭാവം താങ്കൾക്ക് പറ്റുന്നതല്ല, ചേരുന്നതല്ല എന്നുള്ളതാണ്. അതെ മാഡം. മരുമകളെ പറ്റി പറയുമ്പോൾ എനിക്ക് പീറ്ററിനെ പറ്റിയാണ് എതിർത്ത് പറയാനുള്ളത്. എന്താണ്? പീറ്ററുമായിട്ടുള്ള ബന്ധം തുടങ്ങിയ പിന്നെയാണ് അവൾ ഇത്രയും വഷളായത്. അല്ല, അപ്പോ മരുമകൾ ഇപ്പോ ഈ പീറ്റർ എന്നുള്ള രീതിയിൽ, പീറ്റർ ഇപ്പോ ഈ ഒരു അടുത്ത കാലത്താണല്ലോ പീറ്റർ വന്നത്, ഇപ്പോ തിരിച്ചു പോയതും. അതിനു മുമ്പ് വരെ മരുമകൾ നല്ലൊരു രീതിയിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് തികച്ചും അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല മരുമകളായിരുന്നു? എടാ വോയിസ് ഓഫ് ചെയ്യണം. ഓക്കെ. മരുമകളെ പറ്റി പറയുകയാണെങ്കിൽ വന്ന സമയത്തൊന്നും ഞാൻ ഇവരായിട്ട് മിണ്ടില്ലായിരുന്നു. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്റെ മോനെ പറ്റി എനിക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പഠിപ്പിക്കണം, വളർത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവളായിട്ടുള്ള ബന്ധം തുടങ്ങിയ പിന്നെയാണ് എന്റെ മോൻ എന്റെ പിടിയിൽ നിന്ന് വിട്ടുപോയത്. അതിന്റെ ഒരു ദേഷ്യം എനിക്ക് ഉണ്ടായിരുന്നു, എല്ലാ അമ്മമാരെയും പോലെ. പക്ഷെ എന്റെ മൂത്ത പേരക്കുട്ടി ജനിച്ച പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ദേഷ്യം അവരോടില്ല മാഡം. ഞാനായിട്ടാണ് അങ്ങോട്ട് കയറി ചെന്നതും അവരോട് സംസാരിച്ചതും. പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാഡം, എല്ലാ വീട്ടിലും ഉള്ള പോലെ. അതായത് അവളുടെ രീതി അല്ല നമ്മുടെ രീതി. ഇപ്പൊ നമുക്ക് വിളക്ക് കൊളുത്തണം, അങ്ങനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. അവർക്ക് പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങനത്തെ ആചാരങ്ങൾ. അതിന്റെ ഒരു ബുദ്ധിമുട്ട് അതിപ്പോ എല്ലാ കുടുംബത്തിലും ഉള്ള പോലെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ ശരിക്കുള്ള പ്രശ്നം തുടങ്ങിയത് ഇവൾക്ക് ഈ ജോലി കിട്ടിയ തൊട്ടാണ്. അതായത് 2ാമത്തെ കുട്ടി വാവ ജനിച്ച് അപ്പോഴാണ് അവർക്ക് ആ ജോലി കിട്ടിയത്, കുഞ്ഞമ്മയുടെ. അതേ പിന്നെയാണ് അവർക്ക് എന്റെ മോനെ പറ്റാത്തതും സ്റ്റാറ്റസ് ചേരാത്തതും ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതും. എപ്പോഴും ചെറിയ കാര്യത്തിന് പോലും പ്രശ്നം ഉണ്ടാക്കി വീട്ടിലോട്ട് പോവാണ് മാഡം. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നം പോലും അവള് വഷളാക്കുകയാണ് ചെയ്യുന്നത്. അവക്കിപ്പം എനിക്ക് തോന്നുന്നത് അവക്കിപ്പോ പീറ്ററാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ആയിട്ടുള്ള പ്രശ്നത്തിനൊക്കെ കാരണം. അപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മരുമകളുടെ ഈ സ്വഭാവമായിട്ട് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് യാതൊരു രീതിയിലും പൊരുത്തപ്പെടാനോ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡൈവോഴ്സ് വേണം എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത്. അതാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. കറക്റ്റ് ആണോ? എന്തിനാ മാഡം ഇങ്ങനെ ജീവിക്കുന്നത്? അവൾ എന്റെ മോനെ ചതിക്കുകയാണ്. വീടിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന എന്റെ മോനെ അവൾ ചതിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു മരുമോളെ എനിക്ക് വേണ്ട. ബാക്കി എന്ത് കാര്യവും ഞാൻ അവളോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണിനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. അതിനിപ്പോ അവൾ എന്തൊക്കെ പനിയായിരുന്നു അങ്ങനത്തെ കള്ളക്കഥകളൊന്നും വിശ്വസിച്ച് നമ്മളും ചോറല്ലേ മാഡം തിന്നുന്നേ. പനിയാണെങ്കിൽ അവൾ എന്തിനാ റൂമിന്റെ ഉള്ളിൽ അടച്ചിരുന്ന് അവളുടെ ചേച്ചിയുടെ ഭർത്താവിനെ നോക്കുന്നത്? അവളുടെ വീട്ടിൽ അവളുടെ അമ്മയുണ്ട്, അമ്മയ്ക്ക് നോക്കാലോ. അപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത് ഡിവോഴ്സ് വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതാണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ആവശ്യം. എനിക്ക് ഡിവോഴ്സ് കുഴപ്പമില്ല. അവളെ പീറ്ററുമായിട്ടുള്ള അത് സത്യമാണോ അല്ലയോ എനിക്കറിയാം.
അത് അവളിപ്പോ പറയണോ? അരുൺ നമ്മളുടെ അടുത്ത് നേരത്തെ ആൻസ് ആണ് ചോദിച്ചിരുന്നത്. ആൻസിന് സംസാരിക്കണമെന്ന് ആൻസ് ആണ് ആദ്യം പറഞ്ഞിരുന്നത്. നമുക്ക് ആൻസ് പറയുന്നത് കേട്ടിട്ട് അരുണിലേക്ക് വരാം. ആൻസ് പറഞ്ഞോളൂ. ആൻസ് മേഡം, ഈ അമ്മ പറഞ്ഞ ഒരൊറ്റ കാര്യം പോലും സത്യമല്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. കാരണം ഒരു കുഞ്ഞു കുട്ടി, അതായത് ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തോ ഞാനും അദ്ദേഹവും, അതായത് എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, എന്റെ ചേട്ടനെ പോലെയാണ് എനിക്ക് അദ്ദേഹം. ഇനി ഞാൻ അത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന കാര്യമേ അല്ല. ഈ അമ്മ സ്വയം കണ്ണുകൊണ്ട് കണ്ടതാണെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു തരാം അത്. പക്ഷെ ഈ അമ്മ കണ്ടിട്ടില്ല അത് മേഡം. ഇത് എന്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അതും ഇപ്പൊ ഈ അമ്മ പറഞ്ഞു ഞാൻ കഥ കളിച്ചിട്ടിരിക്കുമായിരുന്നു എന്ന്. ഒരിക്കലും അല്ല മേഡം. എന്റെ കുട്ടി എന്താണ് നോർമലി കയറി വരുമായിരുന്നു റൂമിലോട്ട്. ഞാൻ പനി വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞത് മാറി നിൽക്കൂ എന്ന് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ അവിടെ ഒരുപാട് വഴക്കൊന്നും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അവള് ചുമ്മാ ജസ്റ്റ് ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ എന്താണ് പപ്പയാന്ന് വിചാരിച്ചെന്നാണ്ട് കയറി ചെന്നാണോ അങ്ങനെ എന്തോ മെച്ചമാണ് അമ്മയോട് പറഞ്ഞത്. അതിനാണ് ഈ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അതല്ലാണ്ട് അതിൽ വേറെ ഒന്നും ഇല്ല മാഡം. സത്യം ഇതാണ് സത്യം ശരിക്കും പറഞ്ഞാല്. ഇപ്പൊ അമ്മ പറഞ്ഞ മൊത്തം കളത്തിലാണ്. കാരണം അപ്പോ ആൻസ് പറയുന്നത് ലക്ഷ്മിക്കുട്ടി കയറി വരികയായിരുന്നു. അപ്പോ ആദ്യം മുതലേ അമ്മയുടെ പറയുന്ന എല്ലാത്തിനോടും ആൻസിന്റെ കഴിഞ്ഞു. ഞാൻ സംസാരിച്ചോട്ടെ ആൻസ്? ആൻസ് അപ്പൊ പറയുന്നത് അമ്മ പറയുന്നതിൽ 1% പോലും താങ്കൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിലോ ഒന്നും എല്ലാം തെറ്റാണ് എന്നാണ് ആൻസ് വാദിക്കുന്നത്. അതെ മേഡം, എന്റെ ഹസ്ബൻഡിനെ അറിയാം. എനിക്ക് അറിഞ്ഞോട് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല. അരുൺ അതിൽ വിശ്വാസമുണ്ട്. അരുണോട് എന്തൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇപ്പൊ പോലും അരുൺ പറഞ്ഞു കേട്ടില്ല. അത് അറിയണം. അരുൺ ആ സത്യം അറിയണം. ഞാൻ അരുണോട് പറഞ്ഞു ഇതാണ് സത്യം, അതിൽ വേറെ ഒന്നുമല്ല. വേറെ ഒന്നും അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അല്ല, അപ്പോ ആദ്യത്തെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പറയുന്നതിൽ അരുണിന് ആ ഒരു രീതിയിൽ നിങ്ങളോട് അരുണും സംസാരിച്ചു തുടങ്ങിയതിന്റെ അല്ലെങ്കിൽ അരുൺ അതുപോലെ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും ഒരു ഇത് തോന്നിയത് കൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പോയത്, അങ്ങനെ ഒരു സംസാരം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോ കൈ ഒടിഞ്ഞിരുന്നിട്ട് പോലും അത് ഓവറായി. അത് ഒരുപാടായി. അമ്മ ഒരുപാടായി പറഞ്ഞപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അരുണും എന്നോട് ഒരു മനുഷ്യനോട് ഒരുപാട് നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന, ഒരു ഭാര്യയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഏതൊരു മനുഷ്യൻ അങ്ങനെ തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അരുൺ എന്നോട് അങ്ങനെ സംസാരിച്ച് ഇറങ്ങിപ്പോയി. ഇപ്പോഴാണ് അരുൺ ഇവിടെ പറഞ്ഞു എനിക്ക് സത്യം അറിയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ തീർത്തും എതിർപ്പായിട്ടാണ് നിങ്ങൾ പറയുന്നത്. ആൻസിന് അതിനോടെല്ലാം എതിർപ്പായിട്ടാണ് ആൻസ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത് നിങ്ങൾ തമ്മിൽ ഡിവോഴ്സ് വേണം അല്ലെങ്കിൽ ഡിവോഴ്സിലേക്ക് എത്തണം, എനിക്ക് ഇങ്ങനത്തെ ഒരു മരുമകളെ വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനോട് എന്താണ് ആൻസിന് പറയാനുള്ളത്? എനിക്ക് എന്റെ ഹസ്ബൻഡിനെയും വേണം, എന്റെ കുട്ടികളെയും വേണം. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഹസ്ബൻഡിനെ എന്റെ മതത്തോട് ചേരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ കുട്ടികളെ വേണം. കാരണം ഞാൻ അദ്ദേഹത്തിന് നല്ല കാര്യത്തിന് നല്ലൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്റെ മതത്തോട് ചേർന്നാൽ കുറച്ചും കൂടി നല്ല ജോലി വാങ്ങിച്ചു തരാമെന്ന് ഈ പറഞ്ഞ എന്റെ ചേട്ടനും അതായത് പീറ്റർ ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്റെ ഫാമിലിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അരുണിനോട് അങ്ങനെ പറഞ്ഞത്. അരുണിന് ചേരാൻ സാധിച്ചില്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കുട്ടികളെ വേണം. മാഡം, ആ കാര്യം വെച്ച് വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. മതം മാറുന്നതും പിന്നെ മക്കളെ മതത്തിലേക്ക് മാറ്റുന്നതും അതെനിക്ക് തീരെ അംഗീകരിക്കാനാവില്ല. അതിനോട് രണ്ടിനോടാണ് അരുണിന് തീരെ അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ അരുണിന്റെ അമ്മ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ സ്വന്തം മരുമകളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നതും ഡിവോഴ്സ് വേണമെന്ന് അമ്മ പറയുന്നതും ആ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ അരുണിന്റെ മറുപടി എന്താണ്? എനിക്ക് ഇത് സാധാരണ എന്റെ വീട്ടിലുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. അമ്മയെ ഇവളും തമ്മില് ഇത് കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വീട്ടില് ഒന്നാമത് തന്നെ പ്രണയിച്ച് കല്യാണം കഴിച്ചാൽ അതിന്റെ പേരിൽ ഇവിടെ അടി ഉണ്ടാവുന്ന സാധാരണയാണ്. ഇത് ചോറ് വെക്കുന്നതിൽ ചോറും കറിയും വെക്കുന്നതിൽ ഉപ്പ് കുറവ്, എരിവ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതൊന്നും ഞാൻ അത്ര ലാഘവത്തിൽ എടുക്കുകയുള്ളൂ.
അത് അങ്ങനെ ലാഘവത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വരുൺ. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവത്തെയും അവരെ മറ്റൊരു അവിഹിതം ഉണ്ട് എന്ന് പറയുന്നതും എത്രത്തോളം ഇപ്പോ എനിക്ക് എന്റെ ഭാര്യനെ ആൻസ് അറിയാം. ഞാൻ പറയട്ടെ അരുൺ ഞാൻ പറയട്ടെ, ഇപ്പൊ ആൻസിന് അതിനോട് തീരെ യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ആൻസ് വീട്ടിലേക്ക് പോയത് തന്നെ. അപ്പൊ അതും ഇനിയും തുടർന്നു കൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അമ്മ പറയുന്ന പോലെ ഒരു ഇതല്ലേ, ഡൈവോഴ്സ് അല്ലേ അതിലേക്കും നോക്കുള്ളൂ. ഇതിപ്പോ ഒരു ആൻസ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് എത്രത്തോളം അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയും? നമ്മൾ ആൻസിന്റെ ആ ഒരു ആൻസ് ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് സ്വന്തം മക്കളുടെ പ്രശ്നമാണ് ആൻസ് പറയുന്നത്. ആൻസ് ഡിവോഴ്സിനെ പറ്റി ഇപ്പൊ പറയുന്നില്ല. പക്ഷെ അമ്മയുടെ ഈ ഒരു സ്വഭാവം മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കേണ്ടതല്ലേ? മാഡം അവള് മക്കളെ ചോദിക്കുന്നതല്ല. മാഡം ചോദിച്ചോക്കാം, മക്കളെ ഒരു മിനിറ്റ് മാഡം ആ മക്കളെ ലക്ഷ്മിക്കുട്ടി അമ്മ പറയുന്നത് നോക്കാം. ഓക്കെ മാഡം, ആ മക്കളെ വിളിച്ച് ചോദിക്കാം അവളുടെ കൂടെ പോവോന്ന്. ഒരു മോൾ അവളുടെ കൂടെ പോകുന്നു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം, അവള് രണ്ടുപേരെയും കൊണ്ടുപോയിക്കോട്ടെ. അവരിപ്പോഴും പറയുന്ന അവർക്ക് അച്ഛമ്മേനെയും അച്ഛനെയും മതിയെന്ന്, അവർക്ക് അമ്മേനെ ഇനിയിപ്പോ അവള് നമുക്ക് ലക്ഷ്മിക്കുട്ടി അമ്മ പറയുന്നത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൻസിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഞാൻ അരുണിലേക്കും ആൻസിലേക്കും വരാം. ഇപ്പൊ അവള് പറയും ഈ മക്കളെ ഞാനാണ് ഇങ്ങനെ പറയിപ്പിക്കാന്നാണ് ഇപ്പൊ അവള് പറയും. ഈ 3 മാസം എന്റെ കൂടെ നിന്നപ്പോ ഞാൻ ഇനി കൂടോത്രം ചെയ്താക്കിയതാന്നൊക്കെ അവള് പറയും. പക്ഷെ ഒരിക്കലും അല്ല മാഡം. അവർക്കിപ്പോ 3-ാം ക്ലാസ്സിലാണെങ്കിലും മോക്ക് അത്യാവശ്യം നല്ല ബുദ്ധിയും വിവരവും ഉണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവാൻ പറ്റും. ഇന്നും അവള് പറയുന്ന അവർക്ക് അച്ഛനെയും അച്ഛമ്മേന്റെയും കൂടെ മതി എന്നാണ്. ഒരു മോള് അല്ലെങ്കിൽ സ്വന്തം അമ്മേനെ വേണ്ട എന്ന് പറയുമ്പോ എത്രത്തോളം സ്വഭാവദോഷം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊക്കെ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരല്ലേ. അങ്ങനെ മക്കളെ വിട്ടുകൊടുത്തോണ്ടുള്ള ഒരു കോംപ്രമൈസിനും ഞങ്ങൾ തയ്യാറല്ല. ഇത്രയും 3 മാസം എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഇനിയും എനിക്ക് അവരെ നോക്കാൻ പറ്റും. ഈ 3 മാസം അവർക്ക് ഈ മക്കളുടെ സ്നേഹമോ ഈ അമ്മ എന്നുള്ള അവകാശമൊന്നും കണ്ടില്ലല്ലോ. അവൾക്ക് അവളുടെ കാര്യം നോക്കി അവള് പോയി. ഇപ്പൊ എന്റെ മോൻ ശരിയായി, കൈ ഒടിഞ്ഞത് നേരെയായി, ഞാൻ എങ്ങനെയൊക്കെയോ ഇവരെ നോക്കി അഡ്ജസ്റ്റ് ആക്കിയപ്പോ ഇപ്പൊ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പറ്റില്ല മാഡം, സമ്മതിക്കാൻ പറ്റില്ല. ഓക്കെ ലക്ഷ്മിക്കുട്ടി, നമുക്ക് അരുണിലേക്ക് പോകാം. അരുൺ മാഡം എനിക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ല. അരുൺ ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത് പറഞ്ഞോളൂ അരുൺ, പറഞ്ഞോളൂ. അമ്മയും അവരോടുള്ള തമ്മിലുള്ള പ്രശ്നം ഞാൻ അധികം കാര്യമായിട്ട് എടുക്കുന്നില്ല. അതെന്റെ ഒരു വിഷയമേ അല്ല. അത് എനിക്ക് എന്റെ ഭാര്യനെ അറിയാം, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഒരു വിഷയമല്ല. പക്ഷെ അവള് ഇനിയും അവളുടെ വീട്ടുകാരെ പറ്റിയോ വീട്ടുകാർ പറഞ്ഞ ഓഫറുകളെ പറ്റിയൊക്കെ എന്നെ ഇനിയും പറഞ്ഞ് ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ശരിയാവില്ല. അപ്പോ അരുണിന് പറയാനുള്ളത് തനിക്ക് തന്റെ ഭാര്യനെ പൂർണ്ണ വിശ്വാസമാണ്. മക്കളെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ ഇനിയും ഭാര്യയും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം തുടർന്നു കൊണ്ടുപോകാനോ കഴിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ അരുൺ? പക്ഷേ ഓക്കെ ആൻസ്, ഹലോ ആൻസ്. യെസ് മാഡം. ആൻസിന്റെ ഭർത്താവിന്റെ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കള് ആൻസിന്റെ ഒപ്പം വരാൻ യാതൊരു തരത്തിലും തയ്യാറാവുന്നില്ല. അവർക്ക് അമ്മൂമ്മയെയും അച്ഛനെയും മതി എന്നുള്ള രീതിയിലാണ് ആൻസിന്റെ ഭർത്താവിന്റെ അമ്മ പറയുന്നത്. അതുപോലെ തന്നെ ആൻസിന്റെ ഭർത്താവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൻസും ആൻസിന്റെ വീട്ടുകാരും തമ്മിൽ ഇനി ഒരു തരത്തിലുള്ള ബന്ധവും പാടില്ല എന്നുള്ളതുമാണ് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളോട് എന്താണ് ആൻസിന് പറയാനുള്ളത്? അമ്മ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അവരവരുടെ സ്വന്തം അമ്മേനെ തള്ളി പറയുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം മാഡം ആ മൈക്ക് ഓഫ് ചെയ്യാവോ? ഹലോ ആൻസ്, പറയൂ. ഓക്കെ മാഡം, അമ്മ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണ്, അമ്മ ഇത്രയും നാളും പറഞ്ഞു ഓതി കൊടുത്തത് എൻ്റെ കുറ്റങ്ങളായിരിക്കും ചിലപ്പോൾ പിള്ളേരോട്.
അതുകൊണ്ടായിരിക്കാം പിള്ളേർ അമ്മ അത്രയും കോൺഫിഡൻസോട് കൂടി പറയുന്നത് പിള്ളേർ ഒരിക്കലും എൻ്റെ കൂടെ വരില്ല എന്ന് പറയുന്നു. എന്നോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. അവരവരുടെ സ്വന്തം അമ്മേനെ തള്ളി പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അരുൺ പറഞ്ഞതിൻ്റെ ശരിയാണ്. ഞങ്ങൾ പ്രേമിച്ചിരുന്ന കാലത്ത് ഞങ്ങൾ പറഞ്ഞിരുന്നു മതത്തിനെയും ഒന്നും ആ ഒരു കാര്യം ഇനിയും വീണ്ടും എടുത്തിടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു നല്ലൊരു ജോലി കിട്ടുമെന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അത് അരുണിനോട് പറഞ്ഞത്. ഇങ്ങനെ വന്നാൽ നമുക്ക് അങ്ങനെ ഒരു ഹലോ ആൻസ് പറയുന്നത് എനിക്ക് കട്ടായി പോകുന്നു. എന്റെ വീട്ടുകാര് ഹലോ ആൻസ് ഹലോ ഹലോ ആൻസ് കണ്ടിന്യൂ ചെയ്യോ? ആൻസ് കണ്ടിന്യൂ ചെയ്യോ? അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസ് പറഞ്ഞോളൂ. ആൻസ് കേക്കാം, പറഞ്ഞോളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഞാനിങ്ങനെ അപ്പം നേരത്തെ അതുകൊണ്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എന്താണ് അപ്പം ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്. ഇനിയൊരു ജീവിതം ജീവിക്കണമെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ജോബ് തന്നെ വേണം. ഹസ്ബൻഡിനും വൈഫിനും നല്ലൊരു ജോലി തന്നെ വേണം. അപ്പം അത് ഓർത്തിട്ട് ഞാൻ അരുണിൻ്റെയും നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് എൻ്റെ മതത്തിലോട്ട് ചേരണമെന്ന് എനിക്ക് ആ ഒരു ജോലിനെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതും എൻ്റെ വീട്ടുകാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അരുണ് എനിക്ക് എൻ്റെ കുട്ടികളെയും അരുണിയും വേണം. പിന്നെ അരുണ് നല്ലൊരു ജോലി ഇപ്പം ജോലി ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് മാഡം എൻ്റെ ഒരു തീരുമാനം. ആൻഡ് അപ്പൊ ഇത്ര നാളിപ്പോ അരുൺ ഓട്ടോ ഓടിച്ച് ജീവിച്ചു, നിങ്ങൾ ഇത്ര 8 കൊല്ലം ജീവിച്ചു. ആ ഒരു കാര്യത്തിനോട് ആൻസിന് എന്താണ് പറയാനുള്ളത്? ഇപ്പൊ നിങ്ങള് ഓട്ടോ ഓടിച്ചുകൊണ്ട് തന്നെയല്ലേ ജീവിച്ചിരുന്നത്? മാഡം ഇത്രയും നാളും ജീവിച്ചിരുന്ന പോലെ അല്ലല്ലോ. ഇനി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണ്ടേ? കുട്ടികൾക്ക് നല്ലൊരു ഭാവി വേണ്ടേ അവർക്ക്? അതോർത്തിട്ടാണ് ഞാൻ പറഞ്ഞത് മാഡം. അരുൺ ഈ ഒരു കാര്യത്തിനോട് എന്താണ് അരുണിന് പറയാനുള്ളത്? മക്കളുടെ ഭാവി, അവരുടെ ജീവിതം, അതിനോട് ഇപ്പോ ആൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് മതം മാറുകയാണ് എന്നുണ്ടെങ്കിൽ തനിക്കും തന്റെ ഭർത്താവിനും മക്കൾക്കും ഉള്ള ഒരു ജീവിതം, സുരക്ഷിതമായ ജീവിതവും ഭർത്താവിന് അതിനോട് തന്നെ സംബന്ധമായി നല്ലൊരു രീതിയിലുള്ള ജോലിയും തന്റെ വീട്ടുകാർ കൊടുക്കും എന്നുള്ള രീതിയിലാണ് ആൻസ് പറയുന്നത്. അതുകൊണ്ടാണ് ആൻസ് പറയുന്നത് മതം മാറണം എന്നുള്ളത്. അത് എന്താണ് അരുണിന് മറുപടി ആയിട്ട് പറയാനുള്ളത്? മാഡം, ഞാൻ ഇത്രയും കാലം ഓട്ടോ ഓടിച്ചാണ് ജീവിച്ചിരുന്നത്. എന്റെ കുടുംബം അങ്ങനെ തന്നെയാണ് പോയിട്ട്. അവർക്ക് അറിയാം അത് കഷ്ടപ്പാടൊക്കെ. ഞാൻ അതിൽ നിന്ന് ഒന്നും സ്വരുക്കൂട്ടി വെച്ചിട്ടില്ല എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കട വാടകയ്ക്ക് കട ഉണ്ടാക്കി അത് വാടകയ്ക്ക് കൊടുക്കാനുള്ള പ്ലാൻ വരെ ഉണ്ട്. അത് അവർക്കറിയാം. പക്ഷെ എന്നാലും ഇവളെ എനിക്ക് തോന്നുന്നത് അവളുടെ വീട്ടുകാർ അവളെ പറഞ്ഞ് മയക്കിയിട്ടാണ് ഈ ഇതൊക്കെ പറയുന്നതെന്നാണ്. ഇതിന് പ്രശ്നം അവളെ വീട്ടുകാരാണ് മാഡം. പിന്നെ ഇവളും അമ്മയും തമ്മിലുള്ള പ്രശ്നം, എന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നം, അത് എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്കൊന്നും അതിനെപ്പറ്റി കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഹലോ, അരുൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അരുണിന് തന്റെ വീട്ടുകാരുമായിട്ട് ആൻസിന്റെ വീട്ടുകാരുമായുള്ള ബന്ധത്തിനോട് അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള കാര്യങ്ങളോടും ഒരു എതിർപ്പ് തോന്നിയിരിക്കുന്നത് എന്നാണ്. അതിനോട് എന്താണ് ആൻസിന് പറയാനുള്ളത്? അതുപോലെ തന്നെ അരുൺ പറയുന്നത് അരുണിന് അരുണിന്റെ അമ്മയും ആൻസുമായിട്ടുള്ള ഒരു വഴക്കും ആ ഒരു തെറ്റിദ്ധാരണയൊന്നും അരുൺ കണക്കിലെടുക്കുന്നില്ല. അത് അരുണിന് കുഴപ്പമില്ലാത്ത രീതിയിലും അരുൺ അത് തീർക്കാൻ അരുണിന് കഴിയും. അരുണിന് അതിന് മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് അരുൺ സംസാരിക്കുന്നത്. അതിനോട് എന്താണ് ആൻസിന് പറയാനുള്ളത്? മാഡം, ഇപ്പൊ ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങാമെന്ന് മറ്റും അരുൺ പറഞ്ഞു. അതിനെപ്പറ്റി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു എന്നുള്ളത് ഇടപെടാമോ? പക്ഷെ അത്
വ്യക്തമാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അതോട് മുന്നോട്ട് പോവാം. അല്ല, അതിനെപ്പറ്റി അറിയാമെന്നാണ് പറഞ്ഞിരുന്നത്. കൺക്ലൂഷൻ അല്ല, അതിനെപ്പറ്റി കടയുടെ കാര്യങ്ങളും കട തുടങ്ങുന്നതിനെ ആൻസിയോട് ഞാൻ പറ്റിയും കട പറഞ്ഞിട്ടുണ്ട് വാടക കൊടുക്കുന്നതിനെ അതിനെപ്പറ്റി. പറ്റിയും ആൻസിന് അറിയാമെന്നാണ്. അപ്പൊ അതിപ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ അത് അവഗണിച്ചുകൊണ്ടോ സ്വന്തം വീട്ടുകാരുടെ അടുത്തേക്ക് പോകണമെന്നുള്ള അല്ല മാഡം, കാര്യമല്ലേ എപ്പോഴും ആൻസ് അങ്ങനെയല്ല. ഊട്ടിയുറപ്പിച്ച് പറയുന്നത്. അത് അല്ല മാഡം, നാളെ ഈ ചിന്ത ഇനി അന്നും കടന്നു വരില്ല നമ്മളൊരു എന്ന് പ്ലാൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല മാഡം, അന്ന് നമ്മൾ ജസ്റ്റ് ഒരു പ്ലാനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അദ്ദേഹം ഇങ്ങനെ തറപ്പിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ. അന്ന് നമുക്ക് അത്ര എനിക്കറിയില്ല, എന്നോട് സാറിന്റെ അങ്ങനെ ഓഡിയോ ഒന്ന് ഓഫ് ആക്കാമോ സാർ? വ്യക്തമായിട്ടൊന്നും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അതിങ്ങനെ അപ്പോ അരുൺ കട തുടങ്ങുകയാണ് അരുൺ കട തുടങ്ങുകയാണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ താങ്കൾക്ക് മതം മാറ്റണ്ട, അല്ലെങ്കിൽ അതിനോട് ഒരുമിച്ച് അരുണിനോടൊപ്പം പോകാമെന്നാണോ ഇപ്പോ ആൻസ് പറയുന്നത്? അപ്പൊ ആൻസിന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനമല്ല, വീട്ടുകാർ തന്നിലുള്ള പ്രഷർ അടിച്ചേൽപ്പിക്കുന്നതും വീട്ടുകാരൊരു നല്ല ജോബ് ഓഫർ ആയിട്ട് വരുന്നത് കൊണ്ട് അതിലേക്ക് ചായഞ്ഞു പോകുന്നതും എന്നാണോ ആൻസ് ഇപ്പൊ പറയുന്നത്? അതെ മാഡം, എന്നെ ഒരുപാട് വീട്ടുകാരിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്. വീട്ടുകാർ ഇപ്പൊ ഇങ്ങനെ ഒരു കട തുടങ്ങാൻ ആണല്ലോ ജോലി ഓഫർ ചെയ്തത് പീറ്റർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ഒരു കട തുടങ്ങാൻ പറഞ്ഞോളൂ ആൻസ് പറഞ്ഞോളൂ. അല്ല മാഡം, കട തുടങ്ങാൻ ഇങ്ങനെ ഇപ്പൊ അരുൺ പ്ലാൻ ചെയ്തത് കൊണ്ട് ഇനിയിപ്പോ കുഴപ്പമുണ്ടാവില്ല. നമുക്കൊരു മീൻസ് ഹസ്ബൻഡിന് നല്ലൊരു വരുമാനം കിട്ടുമെങ്കിൽ എനിക്കത് പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു തീരുമാനം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പീറ്ററിനോട് സംസാരിക്കേണ്ടതായിട്ട് വരും. പീറ്റർ ആണ് ഈ ഒരു രീതിയിൽ ആൻസിനോട് പറഞ്ഞതും ആൻസിന്റെ ഭർത്താവായ അരുണിന് ജോലി കൊടുക്കാമെന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ജോലി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ മക്കളെ മതം മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെ കൂടുതലായിട്ട് പറഞ്ഞതും ആ ഒരു രീതിയിൽ തന്നെ പ്രഷറൈസ് ചെയ്തതും പീറ്റർ ആണ് എന്നാണ് ആൻസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പീറ്ററിനോട് ഉള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറാനും, ഇപ്പോൾ കട തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് മക്കളെ മതം മാറ്റണ്ട എന്നുള്ള രീതിയിലുമാണോ ആൻസ് ഇപ്പൊ പറയുന്നത്? അതെ മാഡം. മാഡം, പീറ്ററിനോട് എൻ്റെ കുടുംബകാര്യത്തിൽ ഇടപെടാതിരിക്കാൻ ഒന്ന് പറയണം. ഇനി മുതൽ ഈ ജോലിക്കാര്യങ്ങളും പിന്നെ കുടുംബകാര്യങ്ങളുമായിട്ട് എൻ്റെ കുടുംബത്തിലേക്ക് കയറി ചെല്ലരുതെന്ന് ഇനി പറയണം മാഡം. ഇവിടെ വെച്ച് പറയണം. ഇത് എനിക്ക് അയാളുടെ മുഖത്ത് നോക്കാൻ താല്പര്യമില്ല. മുഖത്ത് നോക്കി പറയേണ്ട എനിക്ക് ആവശ്യമില്ല. അതെ മേഡം, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നം ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ടീച്ചറാണ്. 10 മിനിറ്റ് കൂടി കേട്ടോ, അതിന്റെ പേര് അയാളുടെ മുഖത്ത് നോക്കാൻ പറയുന്ന എനിക്ക് ഇപ്പോ അരുൺ പറയുന്നത് എന്താന്ന് വെച്ചാൽ വീട്ടുകാരുമായിട്ടുള്ള യാതൊരു ബന്ധവും കൊണ്ടുപോകാൻ എന്താണ് ആ ഒരു കാര്യത്തിനോട് ആൻസ് പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ടോ?
ഹലോ ആൻസ്, കേൾക്കാമോ? ഓക്കെ മാഡം. ഓക്കെ മാഡം, ഞങ്ങള് അങ്ങനെയായിരുന്നു ആദ്യം തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇതുപോലെ തന്നെയായിരുന്നു. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണോ അങ്ങനെ പോകുന്നില്ല. ഹലോ, ഞാൻ പറയുന്നുണ്ട് മാഡം, മാഡത്തിന് കേൾക്കാമോ? അതല്ല ആൻസ്, ഇപ്പോ അരുൺ പറയുന്നത് ആൻസിന്റെ വീട്ടുകാരുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനോടും അരുണിന് താല്പര്യമില്ല. വീട്ടുകാരെന്ന് പറയുമ്പോൾ പീറ്ററിന്റെ മുഖത്ത് പോലും നോക്കാൻ അരുണിന് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അരുൺ പറയുന്നത്. അപ്പോ നിങ്ങൾ അതിനോട് എന്താണ് പറയുന്നത്? ഓക്കെ മാഡം, എല്ലാവരുടെയും ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞതിന് ശേഷവും നാളെ ഇപ്പൊ പീറ്റർ നിങ്ങളോട് വേറെ എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ വീണ്ടും വീട്ടുകാരുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഇനിയും മതം മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ എന്താണ് എന്ത് പറയും? അല്ല മാഡം, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹം ഒരു നല്ലൊരു ഇതുണ്ട്, എന്തായാലും ഒരു ബിസിനസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞല്ലോ. അപ്പൊ പിന്നെ എനിക്ക് ഇനി അതൊരു വിഷയമില്ല. എനിക്ക് എന്റെ ഫാമിലിയാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് നല്ലൊരു ജോലി കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമില്ല മാഡം. ആസിയ കണക്ഷൻ പോയോ? ആസിയ ആൻസ് മുന്നോട്ട് പോകാൻ ഇപ്പോൾ ഒരുക്കമാണ് എന്നാണ് നിങ്ങൾ രണ്ടുപേരും പറയുന്നത്. ഉറപ്പാണോ? അതെ 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 മാഡം, ഉറപ്പാണ്. അരുൺ ഒന്നും പറയുന്നില്ലേ? അരുൺ, അരുൺ, ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ഇപ്പോഴത്തെ സന്ദർഭങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് അരുണിന്റെ ഒരു പുതിയ കട തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ മക്കളെ മതം മാറ്റാനോ മക്കളെ വേണമെന്നോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരായിട്ടുള്ള ഇപ്പൊ നിൽക്കുന്ന ആ ഒരു നിലവിലുള്ള ബന്ധം പോലും നിർത്തിയിട്ട് അരുണിന്റെ ഒപ്പം ജീവിക്കാനാണ് ആൻസ് തീരുമാനിച്ചിരിക്കുന്നത്. അവർക്ക് ഡൈവോഴ്സിനെ പറ്റിയോ മക്കളെ പറ്റിയോ വേറെ ഒന്നും അവരുടെ ഇടയിൽ പ്രശ്നമായിട്ട് വരുന്നില്ല. അവര് മതം മാറ്റുന്നില്ല എന്ന് തീരുമാനിച്ചതോടെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയാണ്. ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത്? എനിക്ക് കുഴപ്പമില്ല മാഡം, എനിക്ക് സമ്മതമാണ്. എനിക്ക് പ്രശ്നം അവളും പീറ്ററും തമ്മിലുള്ള ബന്ധമാണ്. അത് അവൾ നിർത്താം. അവളുടെ വീട്ടിലോട്ട് പോകുന്നത് അവൾ ഒഴിവാക്കാന്ന് പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ ജീവിച്ചതുപോലെ തന്നെയാവും. എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എൻ്റെ മകന്റെ സന്തോഷമാണ് വലുത്. എൻ്റെ മകന് മീൻസ് എൻ്റെ പേരക്കുട്ടികൾക്ക് അച്ഛനെയും അമ്മേനെയും കിട്ടുകയാണെങ്കിൽ എനിക്കതിൽ കുഴപ്പമില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവളും പീറ്ററുമായിട്ടുള്ള ബന്ധമായിരുന്നു. അത് അവൾ നിർത്താമെന്ന് പറഞ്ഞ ആ ഒരു സമയം തൊട്ടേ ഞാൻ അവളെ തിരിച്ചെന്റെ മരുമോളായി കണ്ടു കഴിഞ്ഞു മാഡം. എനിക്ക് കുഴപ്പമില്ല, എനിക്ക് സമ്മതമാണ്. എനിക്ക് സന്തോഷമാണ് തീരുമാനിച്ചത്. പീറ്റർ എന്താണ് പറയാനുള്ളത്? മേഡം, ഞാൻ പീറ്ററാണ്. ആൻസ് മരിയയുടെ സഹോദരി ഭർത്താവാണ്. ഞാൻ അവളുടെ സഹോദരി വിവാഹം കഴിക്കുമ്പോൾ അവള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ മകളെ പോലെയാണ് അവളെ കാണുന്നത്. ഞാനും അവളും തമ്മിൽ അരുണിന്റെ മാതാവ് പറയുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇല്ല. ഞാൻ ഇവർ തമ്മിൽ വേർപിരിയണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഇവർ നല്ല രീതിയിൽ പോകണമെന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. മാഡത്തിന് അറിയാലോ, ഇന്നത്തെ കാലത്ത് റിലീജിയനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അവർ ഇതുവരെ ഒരു മതവും സ്വീകരിച്ചിട്ടില്ല. അവർ നമ്മുടെ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അരുണിന് നല്ലൊരു ജോലി കൊടുക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ വേർപിരിയണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആൻസ് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നതിനിടയിലാണ് ആൻസ് വീട്ടിലേക്ക് മടങ്ങി വന്നത്. കണക്ഷൻ പോയി എന്ന് തോന്നുന്നു സാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യണേ സാർ. അപ്പൊ
അപ്പോ ലക്ഷ്മിക്കുട്ടിയമ്മയും അരുണും ആൻസ്മരിയും തമ്മിൽ ഒരു പരസ്പര ധാരണയിൽ എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അരുൺ പറയുന്നത് അരുൺ ഉടനെ തന്നെ കടയുടെ കാര്യങ്ങൾ നോക്കുകയും ആ കട വാടക കൊടുക്കുന്ന രീതിയിലും അതിൽ ഭാവിയിൽ ചിലപ്പോൾ അവിടെ ഒരു കട തുടങ്ങുന്നുള്ള രീതിയിലോ അങ്ങനെ ആ ഒരു കട മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് അരുണിന്റെ തീരുമാനങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ആൻസ് പറയുന്നത് ആൻസിന് ഫാമിലിയാണ് ഇമ്പോർട്ടന്റ്. ആ ഒരു കാര്യം വരുമ്പോൾ മക്കളെ മതം മാറ്റാനോ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുമായിട്ടുള്ള പീറ്ററുമായിട്ടുള്ള ഒരു ഇനി കാണുമെന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമെന്നുള്ള ഒരു രീതിയിൽ നിർത്തിയിട്ട് ഇപ്പോൾ ബാങ്കിലെ ജോലിയും അതും അരുണിന്റെയും സ്വന്തം മക്കളുടെയും അരുണിന്റെ അമ്മയും ഒപ്പമുള്ള ആ ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ആൻസ് തയ്യാറാണെന്നും പറഞ്ഞു. ലക്ഷ്മിക്കുട്ടിയമ്മ പറയുന്നത് എന്താന്ന് വെച്ചാല് മക്കള് തന്റെ ഭാര്യയും മോനും എന്താണ് ഭാര്യയും അല്ല തന്റെ മകനും ഭാര്യയും ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്, അവരുടെ പരസ്പര ധാരണയിൽ അവർ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ലക്ഷ്മിക്കുട്ടിയമ്മ പറയുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ രീതിയിൽ സെറ്റിൽമെന്റ് ആക്കാമല്ലോ. അപ്പോൾ ഉടനെ തന്നെ അരുൺ കട തുടങ്ങും എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഇനി പീറ്റർ ഇവരുടെ ഇടയിലേക്ക് വരാത്ത രീതിയിൽ അത് അരുണിന്റെയും അരുണിന്റെ അമ്മയുടെയും ആവശ്യപ്രകാരം ആ ഒരു രീതിയിൽ ഇനി ആൻസ്മരിയെയും ആൻസിന്റെ വീട്ടുകാരും തമ്മിൽ ബന്ധങ്ങളൊന്നും ഇല്ലാതെയും മതം ഇടക്ക് വരാത്ത രീതിയിലും നിങ്ങൾ പരസ്പര ധാരണയിൽ എത്തി എന്നുള്ള രീതിയിൽ നമുക്കൊരു എഗ്രിമെന്റ് എഴുതാലോ. കഴിഞ്ഞല്ലോ? കഴിഞ്ഞു സാർ. ബാക്കിയുള്ളവരെല്ലാം കണക്ഷൻ അത് പോയോ? ആ സാർ, അരുണിന്റെ ഇടക്കുള്ള കണക്ഷൻ പോയ അതുപോലെ തന്നെ ബാക്കിയുള്ളവരുണ്ട്. അരുണ് കയറാതായ പിന്നെ ഞാൻ അങ്ങനെ പറയും. അരുൺ കൂടി കേക്കണ്ടേ? മെസ്സേജ് അരുൺ എന്താണ് ഇങ്ങനെ പ്രോബ്ലം ഉള്ള നെറ്റ് കൊണ്ട് നടക്കണത്? അരുൺ ഏത് വർഷം? ഫസ്റ്റ് ഇയർ ആണ്. ഇവിടെ കോഴിക്കോട് കോളേജ്. അരുണെ കണക്ഷൻ എപ്പോഴും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇന്ന് മാത്രമാണോ? അല്ല, അത് ഫോണിന്റെ പ്രശ്നമാണ്. ഇത് രാവിലെ മുതൽ ക്ലാസ് ഉള്ളത് കൊണ്ട് ഫോണിന്റെ ഹീറ്റ് ആവുന്ന പ്രശ്നമുള്ളതാണ്, അതാണ് പറ്റിയത്. അതുകൊണ്ട് കണക്ഷൻ എന്തോ ഇഷ്യൂ ആണ്, അതെന്താ മനസ്സിലായിട്ടില്ല. 2-3 പ്രാവശ്യം സ്വിച്ച് ഓഫ് ആയി പോയതാ. ചിലപ്പോ നെറ്റിന്റെ സ്പീഡ് പോയിട്ടുണ്ടാവും. അറിയില്ല സർ, സോറി സർ. ആസിയ ആസിയയുടെ ലാംഗ്വേജ് ആണ് പ്രശ്നം. മീഡിയേറ്റർ ന്യൂട്രൽ ലാംഗ്വേജ് ആണ് എപ്പോഴും ഉപയോഗിക്കേണ്ടത്. ചില വാക്കുകള് ഞാൻ ചതിക്കുന്ന രീതിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ മാനസികാവസ്ഥ സമ്മർദ്ദമൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അരുണിന്റെ മാനസിക അവസ്ഥ സമ്മർദ്ദം ഉണ്ടോ അങ്ങനെയൊന്നും ചോദിക്കരുത് കേട്ടാ. ആ ലാംഗ്വേജുകളൊക്കെ സൂക്ഷിക്കുക. പിന്നെ തിരിച്ചും ഉറപ്പാണോ അതൊന്നും ചോദിക്കരുത്. അപ്പൊ ഇങ്ങനെയാണ് തീരുമാനം അല്ലേ, ആ രീതിയിലൊക്കെ ചോദിക്കുക. ഒരുമിച്ച് പോവും ഇനി മതത്തിനെ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കില്ല, അങ്ങനെ ചോദിക്കരുത്. ലാംഗ്വേജുകൾ അത് സൂക്ഷിക്കണം. അതല്ല സാർ, അന്ന് കഴിഞ്ഞ ഒരു മീഡിയേഷൻ വന്നപ്പോ സാർ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ. അല്ല സാർ, അതങ്ങനെ ചോദിക്കാൻ കാരണം അന്ന് കഴിഞ്ഞൊരു മീഡിയേഷൻ വന്നപ്പോ സാറ് ഭാവിയിൽ ഇങ്ങനെ വരുമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വരുമോ എന്നുള്ള ഒരു ഹൈപ്പോത്തിറ്റിക്കൽ സിറ്റുവേഷൻ സാർ തന്നെ ഉണ്ടാക്കിയിട്ട് ചോദിച്ചിരുന്നല്ലോ. അപ്പൊ നമ്മൾ അതൊരു ഇതാവാതെ അങ്ങനെ ചോദിച്ചത് സാർ. അതല്ലേ പറഞ്ഞത്, മീഡിയേറ്ററെ ചോദിക്കുന്ന രീതി അത് ഉറപ്പാണോ എന്നുള്ളതെന്നല്ല ആ വാക്കെല്ലാം ഉപയോഗിക്കേണ്ടതെന്ന്. മനസ്സിലായ? ലാംഗ്വേജ് മാറ്റണമെന്നാ ഞാൻ പറഞ്ഞത്. ഉറപ്പാണെന്നുള്ളത് അപ്പൊ ഇതാണല്ലോ ഫൈനൽ തീരുമാനം അല്ലേ, ആ രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. പറഞ്ഞു മനസ്സിലായ? ഓക്കെ സാർ, ഓക്കെ.
അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ ചിലപ്പോൾ ആ ഒരു ടൈം ലാഗ് കുറച്ച് കൂടി വന്നപ്പോൾ എന്താണ് ലക്ഷ്മിക്കുട്ടിയമ്മയുടെ ലാംഗ്വേജ് ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത രീതിയിലായിരുന്നു നോക്കിയിരുന്നത്. അപ്പം ആ ഒരു തരത്തിൽ നമ്മൾ അവരോട് മാക്സിമം ഇംഗ്ലീഷ് യൂസ് ചെയ്യാത്ത രീതിയിൽ സംസാരിക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ. അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് വന്നത്. അല്ല, കുഴപ്പമില്ല. ഞാൻ പറയാണ്, ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും നമ്മൾ എന്തോ ഒരു കമാൻഡ് ഓർഡറൊക്കെ അവരിൽ നിന്ന് എടുക്കുന്നവരും ചാവരുത്. അവരുടെ തീരുമാനങ്ങൾ നമ്മൾ ഒന്നും കൂടി റീട്രേറ്റ് ചെയ്യാണ്, ഉറപ്പുവരുത്താണ് നിങ്ങളുടെ തീരുമാനം തന്നെയല്ലേ എന്നുള്ളത്. അതാണ്, അതിലപ്പുറത്തില്ല. ഉറപ്പാണോ എന്നല്ല നമ്മൾ ചോദിക്കരുത്, കാരണം ഉറപ്പായില്ലെങ്കിൽ അവരെ ഫൈറ്റ് ആണ്, അല്ലേ? ഇതാണോ നിങ്ങളുടെ തീരുമാനം, ആ രീതിയിലൊക്കെ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ സർ, ഓക്കെ സർ. പിന്നെ സമ്മർദ്ദമുണ്ടോ, പ്രഷറുണ്ടോ, തുടക്കം തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ സാർ ഇതിപ്പോ പിന്നെ രണ്ടാമത്തെ കാര്യം, റീസ്റ്റേറ്റ്മെന്റ് രീതികൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കണം. ആസിയാരെ റീസ്റ്റേറ്റ്മെന്റിന് പകരം ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ എല്ലാവരും ഇരിക്കുന്ന കാര്യം പിന്നെ അത് അവർ പറയുന്ന മറുപടി എന്ത് പറയുന്നു മാത്രമേ ചോദിക്കണ്ടു. പിന്നെ അത് എടുത്ത് പറയുന്നത് എന്തെന്ന് ചോദിക്കണ്ട. അപ്പൊ കൺഫ്യൂഷൻ വരാണ്, ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആണോ കോക്കസ് ആണോ എന്ന്. ഞങ്ങൾക്ക് ആക്ച്വലി അത് ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, കോക്കസ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ആ ഒരു സിറ്റുവേഷൻ ഓൺലൈനായിരിക്കാൻ പ്രശ്നം. എന്ത് പറയുന്നു ചോദിക്കുക, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് വന്നത്. പിന്നെ അജണ്ട സെറ്റ് ചെയ്തോ? ഈ റീസ്റ്റേറ്റ്മെന്റ് പകരം അപ്പൊ നിങ്ങളുടെ ഇഷ്യൂ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നാസിയ ഇഷ്യൂ എന്നല്ല, നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. ഇഷ്യൂ അല്ല നമ്മൾ സംസാരിക്കുന്നത്. ആസിയ തുടങ്ങിയ തന്നെ അപ്പോ നിങ്ങളുടെ ഒന്നാമത്തെ ഇഷ്യൂ ഇതാണ്, രണ്ടാമത്തെ ഇഷ്യൂ ഇതാണ്. ഇഷ്യൂ അല്ല. റീസ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞത് അതേമാതിരി ആവർത്തിക്കുന്നു. By changing the language and to make the party believe that you get understood things properly. പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലായി. ഈ സെൻസ് അതില്ലാതെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന അറിയാതെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. കേട്ടോ? പിന്നെ ഒന്ന് മ്യൂട്ട്. ഓക്കെ. പിന്നെ അതാണ് പിന്നെ വരുന്നത് അജണ്ട സെറ്റിംഗ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതിലോട്ട് പോയില്ല. അതിലിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ നെറ്റ് ഇഷ്യൂ അതൊക്കെ വന്നപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോയി കാണും. പാർട്ടീസിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് അത് രജിസ്റ്റർ ഓരോരുത്തരും രജിസ്റ്റർ ചെയ്ത് രണ്ടു കൂട്ടരും പറഞ്ഞതിന് ശേഷം സമ്മറൈസ് ചെയ്തതിന് ശേഷം അപ്പൊ വേണമെങ്കിൽ ഇഷ്യൂ പറയാം. അപ്പൊ നിങ്ങളുടെ ഇഷ്യൂസ് എനിക്ക് മനസ്സിലായത് 1 ഇതാണ്, 2 ഇതാണ്, 3 ഇതാണ് എന്ന് പറയാ. എന്നിട്ട് പിന്നെ ഓരോരുത്തരോടും പറയാം. അപ്പൊ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടത് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് 1 നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം, 2 റിലീജിയൻ, 3 റിലേഷൻഷിപ്പ്, 4 ട്രസ്റ്റ്, 5 എന്താ പറയാ കസ്റ്റഡി ഓഫ് ചൈൽഡ്, 6 ജോബ് ഓഫ് ഹസ്ബൻഡ്, 7 അങ്ങനെ പോകേണ്ടത്. 7 ട്രസ്റ്റ് പറഞ്ഞു, അമ്മായിമ്മയ്ക്ക് മകളോടുള്ള ട്രസ്റ്റ്. പിന്നെ വേറെ ഒന്നും അവിടെ ആ കുടുംബത്തിലില്ല. അത്രയായിരുന്നു അവിടുത്തെ ഇഷ്യൂസ്. അത് കൂടുതൽ അജണ്ട നമ്മൾ നെയിമൈ ചെയ്യണം, ആ ഇഷ്യൂസ് മുഴുവൻ. എന്നിട്ട് അതായിരുന്നു ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ ചോദിക്കാമായിരുന്നു എന്തിനാ മതം മാറുന്നത് നല്ല ജോലി കിട്ടുക. നല്ല ജോലി കിട്ടുന്ന എന്തിനു വേണ്ടിട്ട്? ഇൻകം കിട്ടാൻ. ഇൻകാണ് പ്രോബ്ലം. അപ്പോഴാണ് എന്റെ കയ്യിൽ ഇൻകം ഉണ്ട്, വേറെ റൂം വാങ്ങി വേറെ ഇൻകം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ആ സജഷൻ. അപ്പൊ ഇൻകം ഉണ്ടെങ്കിൽ പിന്നെ മതം മാറണ്ടല്ലോ എന്ന് ചോദിക്കാം. അപ്പോഴാണ് അവർ കറക്റ്റ് പറയുക ഇൻകം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ഞാനത് ഇല്ലാന്ന് വെച്ചിട്ടാണ് പറഞ്ഞെന്നുള്ള ആൻസർ അവിടെ വരും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ കഴിയും അജണ്ട വെച്ചിട്ടാവുമ്പോൾ. മനസ്സിലായ? അതേമാതിരി ആരിനോടും ചോദിക്കുക. ഇവിടെ കൂടുതൽ തുടക്കത്തിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത അമ്മായിമ്മയുടെ ഇഷ്യൂ ആണ് ഹൈലൈറ്റ് ചെയ്തത്. എന്തുകൊണ്ട് അങ്ങനെ വന്ന് ആസിയ?
കാരണം അരുണിന്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ടുള്ള അമ്മായിമ്മനെ കേൾക്കാൻ തന്നെ പാടുള്ളൂ. അരുൺ എന്ത് പറയാനുണ്ട്? അരുണ് സംഭവം അരുണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പിന്നെ അമ്മായിമ്മനെ കേൾക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ഇത് ഇവര് ഡീലിങ് കഴിഞ്ഞാൽ ജസ്റ്റ് കുടുംബം എന്നുള്ള രീതിയിൽ അമ്മായിമ്മക്ക് ഇങ്ങനെയാണ് ഇവർ തീരുമാനത്തിട്ട് എന്ത് പറഞ്ഞു ചോദിക്കാം. അതല്ലാതെ അമ്മായിമ്മയ്ക്കാണ് കൂടുതൽ നേരം മീഡിയേറ്റർ ചർച്ച ചെയ്തതിന് ശേഷമാണ് അരുൺ എന്ത് പറയുന്നു ചോദിച്ചത്. ശരിയല്ലേ? അതല്ല സർ, അത് അതിന്റെ ഇടയിൽ ആദ്യം ആരെയാണ് ചോദിച്ചത് സംസാരിച്ചോട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ആരാണോ ചോദിച്ചത് അവർക്കൊരു സിറ്റുവേഷൻ കൊടുത്ത രീതിയിലാണ്. അപ്പൊ നമ്മള് അവരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആര് സംസാരിക്കുന്നുള്ള രീതിയിലാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളുടെ ഒരു രീതിയിൽ അരുൺ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രഷർ ചെയ്യാൻ പറ്റുമോ സാർ? ഇനിയിപ്പോ അതിന്റെ മീനിങ് പറയാം. ആരാദ്യം സംസാരിക്കാനുള്ള ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഐഡിയ ഉണ്ട്, മീഡിയേറ്റർ ഉള്ളില് എമംഗ് ടു ഹൂ ഫസ്റ്റ് എന്നുള്ള വരുമ്പോ എമംഗ് ദി കണ്ടസ്റ്റിംഗ് പാർട്ടീസ് ഹൂ ഫസ്റ്റ് എന്നുള്ള മീനിങ് ആണ്. മനസ്സിലായി? ഇവിടെ കണ്ടസ്റ്റിംഗ് പാർട്ടീസ് ആരാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് അല്ലേ? അല്ലാതെ അവിടെ കുറെ ആൾക്കാർ വന്നിരുന്ന അവരിലായിരുന്നുള്ളതല്ല സെൻസ് ചോദിക്കുക. കാരണം ഇവര് തമ്മില് മീഡിയേറ്റർക്ക് ഒരു ന്യൂട്രാലിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആര് സംസാരിക്കും കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആരെന്ന് ചോദിക്കുന്നത്. അല്ലാതെ അവിടെ ഇരിക്കുന്നവരിലായിരുന്നുള്ള മീനിങ് അല്ല. എമംഗ് ദി ബോത്ത് ഹു ഹാസ് ടു സ്റ്റാർട്ട് ഫസ്റ്റ് ചോദിക്കുന്നത് അവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് എത്താൻ വേണ്ടിയിട്ടാണ്. കേട്ടോ? ആ സെൻസ് കിട്ടണം. നമ്മളിവിടെ ഓരോന്നും ചെയ്യുമ്പോഴും അതിനൊരു ഓരോ മീനിങ്ങും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചോദിക്കാതെ എന്തിനു വേണ്ടി അതിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് പലരും നിങ്ങൾ അറിയാതെ നാടകം മാതിരി പോകുന്നത്. ഇവിടെ നാടകത്തിന്റെ രൂപം ഉണ്ടെങ്കിലും ഇതൊക്കെ നമ്മൾ ഒരേ സയൻസ് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിന് നിങ്ങൾ ആ ഡെഫിനിഷൻ രണ്ടും നോക്കിയാൽ മതി. മനസ്സിലായോ? കാരണം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കേണ്ടത് ഹസ്ബൻഡിന്റെ വൈഫിലല്ലേ ഫസ്റ്റ്, അതിനുശേഷം അമ്മായിമ്മയുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകണ്ടോ? ഇത് ഫസ്റ്റ് തന്നെ അമ്മായിമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്. അമ്മായിമായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ എന്താ കാര്യം? ഹസ്ബൻഡ് സ്വീകരിച്ചില്ലെങ്കിലോ? അപ്പൊ നമ്മൾ ആ സെൻസിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. കേട്ടാ? അപ്പൊ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് എന്തിനു വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടി ചോദിക്കണം എന്ന് ചോദിക്കുക. കേട്ടാ? അല്ലാതെ നമ്മൾ ഒരു പർപ്പസ് ഇല്ലാതെ ഒന്നും ചെയ്യരുത്. പിന്നെ ഈ പീറ്ററിനെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പീറ്ററിനെ എന്തിനാ സംസാരിച്ചാൽ കൊണ്ടുവന്നെന്നുള്ളത്. പീറ്ററിനെ കൊണ്ടുവരണം, അത് ഇവർ തമ്മിലുള്ള പ്രശ്നമൊക്കെ കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് ഇപ്പൊ അവർ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇനി പീറ്റർ ആവുന്നതിൽ ഇടപെട്ടെന്ന് പറയാൻ അങ്ങനെ വല്ല ആവാം. അല്ലാതെ പീറ്ററിനെ കൊണ്ടുവരാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അലിഗേഷൻ കേസിൽ. അത് വരണമെന്ന് സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയായിരുന്നു പീറ്റർ ഇടയിൽ വന്നിരുന്നത്. പക്ഷെ ആ ഒരു കറക്റ്റ് സിറ്റുവേഷൻ ആയപ്പോഴേക്കും മാതിരിക്ക് കറക്റ്റ് ആയിട്ട് നെറ്റ് പോയി. അപ്പൊ പിന്നെ നമ്മള് ഒരാളെ കൊണ്ടുവരുമ്പോ അത് അവസാനം അപ്പൊ ആ ഒരു രീതിയിൽ വന്നപ്പോഴും പിന്നെയും നെറ്റ് പോയി. ആ നമ്മൾ കൊണ്ടുവന്ന ഒരു സിറ്റുവേഷനിൽ പീറ്ററിന്റെ നെറ്റ് കറക്റ്റ് ടൈമിൽ പൊക്കോണ്ടിരിക്കുന്നു. അതാണ് വരാതെ പോയത്. അപ്പൊ ആ രീതിയിലും ഡയലോഗും കൊണ്ടുവരണപ്പോ എനിക്ക് മനസ്സിലാവുമായിരുന്നു. മനസ്സിലായ? സർ അത് അപ്പൊ ഒരു സിറ്റുവേഷൻ പറ്റിയില്ല, അതിന് അങ്ങനത്തെ ഒരു ഇതായി പോയി ഇടയില്. അല്ല അപ്പൊ പീറ്റർ ഇങ്ങനെ സിറ്റുവേഷൻ അപ്പൊ പീറ്റർ അപ്പൊ ഇവരെല്ലാവരും പോയി, ഇപ്പൊ നിങ്ങളെ ഇഷ്യൂ അതൊക്കെ പറഞ്ഞിട്ടാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് പീറ്റർ ഞാൻ വിളിപ്പിച്ചത്. പീറ്ററിന് വേറെ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നല്ല ആ രീതിയിൽ ചോദ്യം ചോദിച്ച് പീറ്ററെ കൊണ്ട് തന്നെ പറയിക്കണം. എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ ഇന്ന ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഇതിൽ ഇങ്ങനെ മാറിയാൽ ജോലി കിട്ടോ അങ്ങനെ ആയിക്കോട്ടെ വെച്ചിട്ടാണെന്നുള്ള രീതിയിൽ പറഞ്ഞ സംഗതി ഓക്കെ. മനസ്സിലായി? അതല്ലാതെ പ്രത്യേകിച്ച് ഒരു അഡൾട്ടർ എന്നുള്ള ഒരു ആരോപണമാണ്. അഡൾട്ടർ ഒരിക്കലും മീഡിയേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സെറ്റിൽ ആവാൻ സാധ്യത കുറവാണ്. ഇത് നാടകമായോണ്ടാണ് നിങ്ങൾ ആ രീതിയിൽ എടുത്തത്. അല്ലെങ്കിൽ നോർമലി ആ ഏരിയയിലേക്ക് ആളെ കൊണ്ടുവരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം, അയാൾ വന്നേ പറ്റുള്ളൂ എന്നുള്ളത്. മനസ്സിലായ? ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടില്ല. പീറ്ററിന്റെ പ്രസൻസ് ഇൻഡിസ്പെൻസിബിൾ ആണ്, അല്ലെങ്കിൽ പീറ്ററെ സംസാരിക്കണം. കാരണം അവരായിട്ടുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഹസ്ബൻഡിന് അത്ര സംശയമില്ല. മനസ്സിലായോ? അത് പീറ്ററിനെ മതം മാറ്റണം എന്നുള്ള രീതിയിലായിരുന്നു കൊണ്ടുവന്നത്. കുട്ടികളെ മതം മാറ്റാൻ പീറ്റർ നിർബന്ധിക്കുന്നു എന്നുള്ള രീതിയിൽ, വീട്ടുകാരെ നിർബന്ധിക്കുന്നതിൽ പീറ്റർ ആയിട്ടാണ് വന്നിരുന്നത്. പീറ്റർ അഡൾട്ടർ എന്നുള്ള രീതിയിലായിരുന്നില്ല നമ്മളുടെ മീഡിയേഷനിൽ വന്നത്. പക്ഷെ അത് സംസാരിക്കാൻ ആ മതത്തിന്റെ ഒക്കെ സിറ്റുവേഷൻ വന്നപ്പോ നെറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് കയറാൻ പറ്റിയില്ല, അതുകൊണ്ടായിരുന്നു. അതല്ല, വീട്ടുകാർ പറഞ്ഞപ്പോൾ പീറ്ററിന് പറയണ്ടായില്ല. പിന്നെ പെട്ടെന്നാണ് ഷിഫ്റ്റ് ആയത് പീറ്റർ ആണ് ഇത് പറഞ്ഞെന്നുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയത്.
അല്ലേ? അത് അവസാനമായപ്പോ പീറ്റർ അപ്പയാണ് വന്നത്. പീറ്റർ അപ്പ സംസാരിക്കാൻ പോകുന്ന പോലെ തോന്നി. അതാണ് അപ്പ അവസാനം ഒന്ന് ഇതായത്. അതൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിപ്പോയതാണ് സാർ. ഓക്കെ. പിന്നെ ഇനി സെഗ്മെന്റ് എഴുതുമ്പോ ഏറ്റവും ഡിസിസീവ് ആയിട്ടുള്ള ഫാക്ടർ ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാത്രം എഴുതി. ഇങ്ങനെയുള്ള അൺനെസസറി എഴുതരുത്. കാരണം പലതും ചിലപ്പോൾ കംപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ടേംസ് എഴുതിച്ചാൽ അതേമാതിരി കംപ്ലൈ ചെയ്യിക്കാനും അതിന്റെ വയലേഷൻ ഉണ്ടെന്ന് കാണിക്കാനും പാർട്ടീസിന് എപ്പോഴും ടെൻഡൻസി ഉണ്ടാവും. ഫാമിലി ഡിസ്പ്യൂട്ട് ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട് അത് എഴുതിയതിൽ മാത്രമേ പോകുള്ളെങ്കിൽ അത് മാത്രമേ പോകുള്ളൂ. പിന്നെ ഇതിന്റെ സിറ്റുവേഷൻ അതായത് പ്രൈവറ്റ് മീഡിയേഷൻ ആണോ കോർട്ട് അനക്സഡ് മീഡിയേഷൻ ആണോ? ഇത് പ്രൈവറ്റ് ആയിട്ടാണ് സാർ ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡിസ്ക്ലോഷറും മറ്റൊക്കെ ഒപ്പിടിക്കണ്ടേ? അല്ല, എന്നെ കൺസിലേഷൻ കാര്യം പറഞ്ഞു തോന്നുന്നു അല്ല, എന്നെ കൺസിലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയെന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇത്രയും റോൾ പ്ലേ ആയിട്ട് നിങ്ങൾ അത് വിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും അത് രജിസ്റ്റർ ആയിട്ടില്ല എന്നുള്ളതാണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിക്കേണ്ട റോൾ പ്ലേ ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങൾക്ക് എക്സാം ആയതുകൊണ്ട് ഞങ്ങള് ഇന്നാണ്. പക്ഷെ അത് മാഡത്തോട് നിങ്ങൾ പറയായിരുന്നെങ്കിൽ മാഡം വീഡിയോ തരുമായിരുന്നല്ലോ. എനിവേ കേട്ടോ, മാഡം ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഒക്കെ ഉണ്ട്. അത് മാഡായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി ആരാ ഉള്ളത്? അടുത്ത ടീം എന്താണ്? മാഡം ഇനി അടുത്ത ടീം എന്നാ? തിങ്കളാഴ്ച ആണോ? ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറയാൻ ആരാണ്? ഞാൻ സിമ്മിയാണ്. അപ്പൊ നേരത്തെ കേട്ടില്ല? ഇല്ല, ഞാൻ വന്നപ്പോഴത്തേനും റോൾ പ്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങാൻ പോവായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇന്റർഫിയർ ചെയ്യണ്ട. എന്നാ പിന്നെ നമുക്കത് ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ 8:42 മണ്ട വെച്ചാലോ? മണ്ട സിമ്മിയിൽ തുടങ്ങിയാൽ കുഴപ്പമില്ലല്ലോ സിമ്മിക്ക്? ഇല്ല, കുഴപ്പമില്ല. അപ്പൊ മണ്ട തുടങ്ങിയിട്ട് സിമ്മിയിൽ തുടങ്ങിയിട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. മാഡം ഉണ്ടോ അവിടെ? വെനസ്ഡേ ക്ലാസ് ഇല്ലേ സർ? വെനസ്ഡേ ഉണ്ട്. അതാണ് മാഡത്തെ ഒന്ന് കിട്ടട്ടെ. ഓക്കെ സർ. മാഡത്തിനൊരു മെസ്സേജ് ഇട്. മാഡത്തിനൊന്ന് വിളിക്കും. മാഡം ഇല്ലേ അവിടെ? ഞാൻ ഒന്ന് മാഡത്തെ ഫോൺ വിളിക്കാം. ഓക്കെ മാഡം വന്നാ? മാം അതെ, ഇവർക്ക് ഇനി വെൻസ്ഡേ ഉണ്ടല്ലോ അല്ലേ? ഇവർക്ക് വെൻസ്ഡേ ഇല്ലേ? ഹലോ, ഇവർക്ക് ഇനി നെക്സ്റ്റ് റോൾ പ്ലേ വെൻസ്ഡേ ആണോ വരുന്നേ? അൺമ്യൂട്ട് മൈക്ക് അൺമ്യൂട്ട്. അല്ല, അത് സ്റ്റക്ക് ആയ പോലെ കുറച്ചു നേരം ഞാൻ ട്രൈ ചെയ്യണം. ആണല്ലേ? ഇവർക്ക് ഇവരുടെ അല്ല, അടുത്ത ഗ്രൂപ്പിന്റെ ഇനി വെനസ്ഡേ ആണ്. അതാ ചോദിച്ചത്. അതെ. ബിജോയ് ഉണ്ടോ? ബിജോയ് ബിജോയ് അതൊന്ന് പ്രീപോൺ ചെയ്യണമെന്ന് പറഞ്ഞു. വേണോ? അല്ല, എന്നാലും മൺഡേ ചെയ്യാമെങ്കിൽ നമുക്ക് അടുത്ത വെനസ്ഡേ വൈൻഡപ്പ് ചെയ്യാം. മൺഡേ നിങ്ങളുടെ എക്സാം കാരണമാണ് വെറുതെ ഒരു മീഡിയേഷൻ. സാറിന് എന്തോ തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
ബിജോയ് ഫ്രൈഡേക്ക് പകരം മൺഡേ ചെയ്യാമോ? ബിജോയ് ഞങ്ങളെ ഗ്രൂപ്പിലൊന്ന് അതെ, ആലോചിച്ചിട്ട് ഇത്രയും സമയല്ലേ? ഹലോ, അല്ല പിന്നെയും എക്സാം എങ്ങാനും കയറി വന്ന എക്സാം എങ്ങാനും നോട്ടിഫൈ ചെയ്താൽ പിന്നെയും ബുദ്ധിമുട്ടാവില്ലേ? ഹലോ, അതെ അതെ, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഗ്രൂപ്പിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയോ? ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിലും മൺഡേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൺഡേ വെനസ്ഡേ ആയിട്ട് മതി മതി. സാർ അപ്പൊ വെനസ്ഡേ ഒരു ഗ്രൂപ്പ് ഉണ്ട്. വെനസ്ഡേ ഉള്ളത് ഓർമ്മ ഉണ്ടാവുക. വെനസ്ഡേ ഉള്ളത് മീനാക്ഷി, മേഘ, പൂജ, സുദർശന, ശ്രീലക്ഷ്മി, അഞ്ജന, അക്ഷര, ഇത്രയും പേരാ. പിന്നെ അടുത്ത ബുധനാഴ്ച അബ്ദുൾ ലത്തീഫ്, ഐശ്വര്യ, അമൽ, പിന്നെ അതിന്റെ കൂട്ടത്തില് ഭദ്രയ്ക്ക് ഒന്നും പറ്റാത്തതുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് ബിജോയുടെ ഗ്രൂപ്പ്. അത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൺഡേയിലേക്ക് ആക്കുക, ഫ്രൈഡേ എന്നുള്ളത് കേട്ടാ. ബിജോയ് ഒരാഴ്ച സമയമുണ്ടല്ലോ, വേണമെങ്കിൽ ചെയ്യാം. എല്ലാവരുമായിട്ട് ആലോചിച്ചു. എക്സാം പെട്ടെന്ന് നോട്ടിഫൈ ചെയ്താൽ പിന്നെ ബുദ്ധിമുട്ട് വരും. നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യണം. ചോദിച്ചിട്ട് പറയാം. അല്ല സിമീര ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നമുക്ക് പറഞ്ഞാലോ? അപ്പൊ ഡെഫിനിഷൻ പറയാറ്റ. മീഡിയേഷൻ വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓക്കെ പറഞ്ഞു. Mediation, process aspect definition. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. Mediation functioning aspect definition. Mediation is a structured, formal negotiation process following a set of key principles, facilitated by a neutral third party to assist the parties in dispute in reaching a voluntary resolution of a dispute. ഫങ്ഷനിങ് അല്ല, ഫങ്ഷണൽ. ഫങ്ഷൻ. ഓക്കെ, തുടങ്ങിക്കോ. എൻ്റെ പേര് സിമ്മി. ഞാൻ 10 വർഷമായിട്ട് മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 40-40ഓളം കേസുകൾ ഞാൻ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 17 വർഷമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LLM മീഡിയേഷൻ ആൻഡ് ആർബിട്രേഷൻ ആണ്. പിന്നെ നിങ്ങൾ 2 കൂട്ടർക്കും പരിചയമുള്ളത് കൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങൾക്ക് മീഡിയേഷൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ തരാം. മീഡിയേഷൻ എന്ന് പറയുന്നത് ഒരു വോളണ്ടറി പ്രോസസ് ആണ്. ഇതിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ യാതൊരു വിധത്തിലും നിങ്ങളെ ഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇവിടെ കാണുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസരത്തിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് വെക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ മീഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇതിൽ കുറച്ച് ഗ്രൗണ്ട് റൂൾസ് ഉണ്ട്, അത് നിങ്ങൾ പാലിക്കണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പാർട്ടീസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ അൺപാർലമെന്ററി ആയിട്ടുള്ള ഇൻഫ്ലമേറ്റീവ് ആയിട്ടുള്ള വാക്കുകളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. മ്യൂച്വൽ റെസ്പെക്റ്റോട് കൂടി
ഇവിടെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്താ, നിങ്ങൾ പല പ്രശ്നങ്ങളായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ മറ്റൊരാളെ വേദനിപ്പിക്കുന്ന തരത്തിലൊന്നും സംസാരിക്കാതിരിക്കുക. പിന്നെ പറയുകയാണെങ്കിൽ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇവിടെ പറയുന്നതൊന്നും ഈ 4 ചുമരുകൾക്ക് പുറത്തോട്ട് പോകില്ല എന്നുള്ളത് മീഡിയേറ്റർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അതേപോലെ തന്നെ ഈ മീഡിയേഷനെ സംബന്ധിച്ച് ഒരു കോടതിയിലും എന്നെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നടന്ന എന്താന്ന് ചോദിച്ച് എന്നെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആസ് എ മീഡിയേറ്റർ അതെന്റെ പ്രിവിലേജ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 2 കൂട്ടർക്കും എന്ത് വേണമെങ്കിലും ഇവിടെ തുറന്ന് സംസാരിക്കാം. ഇപ്പൊ ഒരാളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം പറയാൻ പറ്റാത്തതായിട്ട് നിങ്ങൾക്ക് എന്നോട് സീക്രട്ട് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, എന്നോട് കുറച്ച് തുറന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് സെക്ഷൻ വെക്കുന്നതായിരിക്കും. കോക്കസ് എന്നാണ് അതിന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് എന്നോട് തുറന്ന് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഞാൻ എന്തെങ്കിലും കാര്യം മറ്റേ പാർട്ടിനോട് അറിയിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യവും പുറത്തോട്ട് പോകില്ല. അത് നമ്മുടെ മീഡിയേഷൻ എന്ന പ്രോസസ്സിന്റെ സീക്രസിയുടെ പാർട്ടാണ്. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അത് നിങ്ങളുടെ കാര്യത്തില് അതിന്റെ ഔട്ട്കമ്മിൽ എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇല്ല. എനിക്കൊരു പാർട്ടിനോട് പ്രത്യേകിച്ച് ഒരു മമത അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ആരും ഇവിടെ നിങ്ങളെ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യില്ല. ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ഒരാളെ ഫേവർ ചെയ്ത് സംസാരിക്കുന്ന, അല്ലെങ്കിൽ എന്റെ ന്യൂട്രാലിറ്റിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും വേറൊരു മീഡിയേറ്ററെ വെക്കാവുന്നതാണ്. അത് നിങ്ങളുടെ പ്രിവിലേജ് ആണ്. പിന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിലും സംസാരിക്കാനുള്ള അവസരമുണ്ട്. ടൈം ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങൾ ഒരാൾ പറയുമ്പോൾ മറ്റൊരാൾ ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്താന്ന് വെച്ചാൽ കേൾക്കുന്ന എന്റെയും പറയുന്ന അവരുടെയും ഫ്ലോ പോകും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം വരുമ്പോൾ നിങ്ങൾ അവരുടെ പറഞ്ഞതിന്റെ എന്തെങ്കിലും റിപ്ലൈ ആയിട്ടോ അങ്ങനെ പറയാം. പിന്നെ ഒരു പാർട്ടി സംസാരിച്ചു കഴിഞ്ഞ് മറ്റൊരു പാർട്ടി അവര് പറഞ്ഞതിന്റെ റിപ്ലൈ എന്ന നിലയ്ക്കല്ല, നിങ്ങളുടെ ഇഷ്യൂ എന്താണോ അത് പറയുക. അതിന്റെ ബേസിൽ, നിങ്ങളുടെ കൺസേൺസിന്റെ ബേസിൽ നമ്മളൊരു അജണ്ട സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ഓരോ ഇഷ്യൂവും സോൾവ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഇവിടെ ആയിരിക്കുക. നിങ്ങളുടെ അതുകൊണ്ട് തന്നെ തുറന്ന് സംസാരിക്കുക. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സംസാരിക്കാം. പിന്നെ ഇവിടെ എഗ്രിമെന്റ് എഴുതും. പിന്നെ നിങ്ങൾ സൈൻ ചെയ്താൽ മാത്രമേ അത് കോർട്ടിൽ വാലിഡ് ആവുള്ളൂ. അതേപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അദാലത്തിൽ വെച്ച് അവാർഡായിട്ട് മാറ്റാം. ഇല്ലെങ്കിൽ എന്നെ തന്നെ കൺസിലേറ്റർ ആയിട്ട് വെച്ചിട്ട് മീഡിയേഷൻ ആൻഡ് കൺസിലേറ്റർ ആക്ട് പ്രകാരം അത് കോർട്ടിൽ എൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് മീഡിയേഷനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങള്. ഇനി ആർക്കാണെന്ന് വെച്ചാൽ സംസാരിച്ചു തുടങ്ങാം. ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പറഞ്ഞ മാതിരി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കാണ് സംസാരിക്കാനല്ലേ, നിങ്ങൾ ആരാണ് തുടങ്ങുന്നത് അതാണ് ചോദിക്കേണ്ടത്. നമ്മുടെ ആവശ്യമാണ് അവർ സംസാരിക്കുക എന്നുള്ളത്. അതിൽ ആര് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഇത് കോർട്ട് അനക്സിലാണോ ഇല്ലെന്നുള്ള ആദ്യം തന്നെ മീഡിയേറ്റർക്ക് മനസ്സിലാവണം. അങ്ങനെ ആകുമ്പോഴല്ലേ എഗ്രിമെന്റിന്റെ കാര്യം ചോദിക്കേണ്ടത്. അത് അവരോട് ചോദിക്കണ്ടേ? കേസ് എന്താന്ന് അറിഞ്ഞിട്ടില്ലല്ലോ മീഡിയേറ്റർ.
മുന്നിൽ പാട്ടിരിക്കല്ലേ? അപ്പൊ ചോദിക്കണ്ടേ? അപ്പൊ ശരി, ഇത് കോടതിയിൽ നിൽക്കുന്ന കേസാണോ അല്ലെങ്കിൽ പുതിയതാണെന്ന് ചോദിച്ചെങ്കിലല്ലേ മറ്റേ ഗ്രൗണ്ട് റൂളിൽ അത് പറയാൻ പറ്റുള്ളൂ. എഗ്രിമെന്റ് ഒപ്പിടണം, നോൺ ക്ലോഷർ വേണം, ഒപ്പിടണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ചോദിക്കണ്ടേ? അതിനുശേഷല്ലേ ആര് തുടങ്ങുന്നുള്ളത് ചോദിക്കാൻ പറ്റുള്ളൂ. കേട്ടാ? ഒന്നുമില്ല. പിന്നെ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ടിക്ക് ചെയ്ത് വിട്ട് പോവാതിരിക്കാൻ വേണ്ടി. കേട്ടാ? ഓക്കെ. ഓക്കെ, താങ്ക് യു മാഡം. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യല്ലേ? സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് everybody. Good night, sir. Thank you, sir. Thank you, sir. Thank you, ma'am. Thank you, ma'am. Thank you, sir. Thank you, sir. Thank you, sir. Good night.